എല്ലാവരെയും ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. പുണ്യമായിട്ടുള്ള ഈ ഭാഗവത സത്രവേദിയിൽ ഇരിക്കാൻ കഴിയുന്നത് തന്നെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം. എൻ്റെ ഭാഗവത ഗുരുനാഥൻ ബ്രഹ്മശ്രീ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ പരമഗുരു സാക്ഷാൽ ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ പടപ്പ നീലകണ്ഠൻ നമ്പൂതിരി, ആ പരമ്പര തുടങ്ങി സാക്ഷാൽ കൂടല്ലൂർ കുഞ്ഞിക്കാവ് തമ്പുരാൻ വരെയുള്ള സമസ്ത ഗുരുജനങ്ങളെ മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിച്ച് വളരെ വിശേഷമായിട്ട് ഉള്ള ഒരു ഭാഗം പറയാനുള്ളൊരു ഭാഗ്യം ഭഗവാൻ തന്നിരിക്കുന്നു. കപിലോപദേശം ആചാര്യന്മാർ ഇതിനു മുമ്പ് വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു. സാഖ്യത്തിൻ്റെ അടിത്തറ എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പുള്ള പ്രഭാഷണങ്ങളിൽ. വാസ്തവത്തിൽ കപിലോപദേശത്തിൽ സാഖ്യം പറയുന്നത് വളരെ തിയറി ആയിട്ടാണ്. പ്രായോഗിക തലത്തിൽ ഉള്ള ഒരു ഉപദേശമല്ല ശരിക്ക് കപില മഹർഷിയുടെ അല്ലെങ്കിൽ കപിലദേവൻ്റെ സ്വന്തം അമ്മയായിട്ടുള്ള ദേവഹൂതിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന സാഖ്യം. ആ തിയറി സാധാരണക്കാർക്ക് കുറച്ച് കട്ടിയാണ്. അനവധി കാലങ്ങൾക്ക് ശേഷം, സഹസ്രാബ്ദങ്ങളോ യുഗങ്ങൾക്കോ ശേഷം ഭഗവാൻ ഗുരുവായൂരപ്പൻ, നാരായണൻ, ശ്രീകൃഷ്ണ പരമാത്മാവ് പ്രപഞ്ചം കണ്ട എക്കാലത്ത് ഏറ്റവും വലിയ ഗുരുനാഥന്മാരിൽ ഒരാളാണ്. ആ ഭഗവാൻ സാഖ്യത്തിൻ്റെ പ്രായോഗിക തലത്തിനെ നമ്മൾ മനുഷ്യർക്ക് ഉപദേശിച്ച് തരികയുണ്ടായത്. തൻ്റേതായിട്ടുള്ള കൂട്ടിച്ചേർത്തലുകളോട് കൂടിയിട്ട്, കണ്ടെത്തലുകളോട് കൂടിയിട്ട് ഏതറിവും അങ്ങനെയാണ് കാലക്രമേണ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എങ്ങനെ അത് ഉത്ഭവിച്ചു എന്നുള്ളതല്ല, അതാത് കാലത്തെ പ്രാക്ടിക്കലായിട്ടുള്ള ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് അന്നത്തെ കാലത്തെ ജനങ്ങളുടെ മനസ്ഥിതി, അവരുടെ അവർക്ക് ദഹിക്കുന്ന പാകത്തിൽ ആ മരുന്ന് ആക്കി കൊടുക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ മാതൃക ഭഗവാൻ സാഖ്യത്തിനെ എങ്ങനെ മാറ്റി ഒരു പുതിയ ശൈലിയിൽ അവതരിപ്പിച്ചു എന്നുള്ളത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. എനിക്കിന്ന് ഇവിടെ ഈ വേദിയിൽ പറയാനുള്ളത് വാസ്തവത്തിൽ സാഖ്യം പറഞ്ഞു കഴിഞ്ഞ് കപില മഹർഷിയുടെ ഉപദേശം അവസാനിക്കുമ്പോൾ അദ്ദേഹം ഭക്തിയുടെ മഹിമയെക്കുറിച്ച് ഒന്നുകൂടെ ഊന്നിപ്പറഞ്ഞ് അമ്മയുടെ അടുത്ത് അനുഷ്ഠിക്കേണ്ട വ്രതങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ആ ദേവിയെ പറഞ്ഞയക്കുകയാണ്, യോഗമാർഗത്തിലേക്ക് പറഞ്ഞയക്കുക. നോക്കുക, എത്ര മനോഹരമായിട്ടൊരു സംഭവം അല്ലേ. മകൻ അമ്മയ്ക്ക് ഉപദേശം കൊടുക്കുക. മകന് ശരീരം കൊടുത്തവളാണ് അമ്മ. ആ അമ്മയ്ക്ക് ഇനി ശരീരമേ ഇല്ലാണ്ടിരിക്കാൻ, ജനിക്കാതിരിക്കാനുള്ള വിദ്യ പറഞ്ഞു കൊടുക്കുന്ന മകൻ. നമ്മുടെ ധർമ്മത്തിലല്ലാണ്ട് ഇത്ര മനോഹരമായിട്ടുള്ള സന്ദർഭങ്ങൾ എവിടെ കാണാൻ സാധിക്കുക? ആരാണ് ഗുരു എന്നുള്ള ചോദ്യം വരുമ്പോൾ ചിലപ്പോൾ അതൊരു കൊച്ചു കുട്ടിയായിരിക്കും. നമ്മുടെ ചുറ്റും ഉള്ള ഓരോന്നിലും നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഉപദേശം തരുന്ന ഗുരുനാഥന്മാരുണ്ടാവും. എന്തിലും ഗുരുവിനെ കാണാനുള്ള എളിമയുണ്ടാവുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. നമ്മുടെ മക്കൾ വന്നിട്ട് അച്ഛാ അല്ലെങ്കിൽ അമ്മേ അങ്ങനെ വേണോ എന്ന് ചോദിച്ചാൽ നീ മിണ്ടാണ്ടിരിക്കേ, എനിക്കൊക്കെ അറിയാം എന്നാണ് ആദ്യമേ പറയുക. അങ്ങനെ പറയുന്ന ഒരാളല്ലായിരുന്നു ദേവഹൂതി എന്നുള്ളതാണ്. അത്രയും ഉത്തമരായിട്ടുള്ള ആൾക്കാരുടെ സന്തതി പരമ്പരകളിൽ പെട്ടവരാണ് അവരൊക്കെ. അത്യുത്തമനായിട്ടുള്ള ഒരു മഹർഷിയുടെ പത്നിയായിരുന്നു അവർ. സാക്ഷാൽ പരബ്രഹ്മത്തിനെ തന്നെ പ്രസവിച്ചവളാണ്. യശോദയെ നമ്മൾ വളർത്തമ്മയായിട്ടും പരാശക്തിയെ പ്രസവിച്ചവളാണ് യശോദ. ദേവകി സാക്ഷാൽ പരബ്രഹ്മത്തിനെ പ്രസവിച്ചവളാണ്. അതേപോലെ കാണേണ്ട ഒരു മാതാവാണ് ദേവഹൂതി. ആ അമ്മ മകൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെ, ഈ ഉപദേശത്തിലേക്ക് എത്തിക്കുന്ന ചോദ്യങ്ങൾ തന്നെ വിസ്തരിച്ച് പഠിക്കേണ്ടതാണ്. അതിൻ്റെ പടിപടിയായിട്ടുള്ള ഉത്തരങ്ങളിൽ കൂടെ കപിലൻ ചുരുക്കി പറഞ്ഞു കൊടുത്തിട്ടുള്ളത് വിടർത്തി പറയുകയാണ് വാസ്തവത്തിൽ ഗുരുവായൂരപ്പൻ കുരുക്ഷേത്ര ഭൂമിയിൽ ചെയ്തത്. ഇവിടെ ഭക്തിയോഗത്തിൻ്റെ മഹിമയെ ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കണം. ഇവിടെ ഭക്തി എന്ന് പറയുമ്പോൾ നാമം ജപിക്കൽ,
ധ്യാനിക്കുക, അമ്പലത്തിൽ പോവുക, നമസ്കരിക്കുക, സത്സംഗം നടത്തുക, ഇതൊക്കെയാണ് ഭക്തി എന്നാണ് കാലാകാലങ്ങളായിട്ട് പ്രചരിപ്പിച്ച്, അല്ലെങ്കിൽ എളുപ്പപ്പണി എന്ന് പറയും. എളുപ്പപ്പണിക്ക്. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഉപകരണങ്ങളെ മഹത്വവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരവസ്ഥയായി പോയി. നമ്മളൊരു നല്ല കറി ഉണ്ടാക്കുമ്പോൾ ഈ സ്പൂണ് കൊണ്ട് കലക്കിയാലാണ് ടേസ്റ്റ് കൂടുക. ഗ്യാസ് അടുപ്പിൻ്റെ ഈ ബർണറിൽ വെച്ചാലേ കറിക്ക് സ്വാദ് കൂടുള്ളൂ. ഇന്ന പാത്രത്തിൽ ഉണ്ടാക്കിയാൽ മാത്രമേ കറിക്ക് രുചി വരുള്ളൂ. ഇന്ന കടയിൽ നിന്ന് വാങ്ങുന്ന മസാലപ്പൊടി കൊണ്ടാണ് അതിങ്ങനെ രുചി വരണത്. ഇങ്ങനെ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ സങ്കല്പിച്ച് വെക്കുന്നത് പോലെയുള്ള ഒരവസ്ഥയായി ഭക്തിയെക്കുറിച്ചുള്ള നിർവചനങ്ങൾ മുഴുവൻ. നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ മഹത്വവൽക്കരിച്ചിട്ട്, എൻ്റെ കയ്യിലുള്ള കത്തിയാണ് ഏറ്റവും നല്ല കത്തി, നിന്റെ കയ്യിലുള്ളതിന് മൂർച്ചയില്ല എന്നൊക്കെ പറയണ പോലുള്ളൊരവസ്ഥ. അതുകൊണ്ട് എന്തായി, ചിലർ പറയും ജപിക്കലാണ്, ചിലർ പറയും ധ്യാനിക്കലാണ്, അല്ലല്ല, ചിലർ പറയും ഭജന പാടുന്നതാണ്, ചിലർ പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അമ്പലത്തിൽ പോയാൽ മതി, ചിലർ പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വീട്ടിലിരുന്ന് നാമം ജപിച്ചാൽ മതി. ഇതൊക്കെ പലവിധ വഴികളാണ്. അവനവന് യുക്തമായ രീതിയിൽ അവനവനെ അടക്കി, മനസ്സിനെ അടക്കി അവനവൻ്റെ യഥാർത്ഥ സ്വരൂപം തിരിച്ചറിയാനുള്ളതാണ്. ഇതിൻ്റെ മൂലക്കല്ല് സാഖ്യത്തിൽ ഇരിപ്പുണ്ട്. അദ്വൈതം അനാദിയാണ്, ഏതോ കാലത്തുണ്ടായതാ. ആ ചിന്താ പദ്ധതി തന്നെ അത് എത്രയോ ഗുരുക്കന്മാർ കൂടെ കടന്നുപോയി. ബാദരായണൻ ബ്രഹ്മസൂത്രമായിട്ട് അത് എഴുതി, അതിനും ആൾക്കാർക്ക് മനസ്സിലാവാണ്ടായി. അപ്പോഴാണ് ആചാര്യസ്വാമികൾ, സാക്ഷാൽ ശങ്കരാചാര്യർ, ആചാര്യൻ എന്ന് പറഞ്ഞാൽ ശങ്കരൻ, ആചാര്യൻ എന്നുള്ള വെറും വാക്ക് ഉപയോഗിച്ചാൽ അത് ശങ്കരനാണ്. ആദിശങ്കരനെ മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവരെയൊക്കെ പേര് ചേർത്ത് വിളിക്കണമെന്നാ കാഞ്ചി പരമാചാര്യർ ചന്ദ്രശേഖര സരസ്വതി സ്വാമികൾ പറഞ്ഞിട്ടുള്ളത്, പെരിയവ. ആ ആചാര്യൻ അതിനെ നമുക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ അതിന് ഭാഷ്യം എഴുതി, അതും മനസ്സിലാവാണ്ടായി ആൾക്കാർക്ക്. അത് കഥകളിലും പ്രഭാഷണങ്ങളിലും ഒക്കെ എത്രത്തോളം ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കാവോ അങ്ങനെ പറഞ്ഞു കൊടുത്ത് ആചാര്യന്മാർ പിൽക്കാലത്ത് വന്നിട്ടുള്ള മഹത്തുക്കൾ അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും, കപിലൻ പറഞ്ഞതിനോ ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞതിലോ അല്ലെങ്കിൽ ആചാര്യസ്വാമികൾ പറഞ്ഞതിനോ ഒക്കെ ബഹുദൂരം വന്ന് നമ്മൾ നമ്മുടെ സൗകര്യങ്ങൾ, നമ്മുടെ ഫ്രെയിം വർക്കുകളുടെ കത്തേക്ക് ഇതിനെ അടിച്ചു വെച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമേ അല്ല, വളരെ ലളിതമായൊരു കാര്യമാണ്. നമ്മൾ അനശ്വരമായിട്ടുള്ളൊരു വസ്തുവാണെന്നും ഈ കാണായ പ്രപഞ്ചം തന്നെയാണ് ഈശ്വരൻ എന്നും പഠിപ്പിച്ചതാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. ആ കാഴ്ചപ്പാടോട് കൂടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വസ്തുവിനെ നമ്മൾ കാണും. അതിന് ഒരിക്കലും ഒരേ സ്വഭാവമല്ല, മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനെ പ്രകൃതി എന്ന് വിളിച്ചു. എന്നാൽ ഇതിൻ്റെയൊക്കെ അന്തര്യാമിയായിട്ട് അകത്ത് മാറാതിരിക്കുന്ന ഒരാൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. ആ ആളെ പുരുഷൻ എന്നും വിളിച്ചു. ഈ പ്രകൃതിയും പുരുഷനെയും അവനവനിൽ തിരിച്ചറിയണവൻ സാഖ്യം പഠിച്ചു. ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വരൂപം കാണിച്ചു കൊടുത്തത്. ഞാൻ എല്ലാ പ്രഭാഷണങ്ങളിലും ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്, വിശ്വരൂപം എന്ന് പറഞ്ഞാൽ ഒരു വടി കുത്തിയിട്ട് ഒരാൾ ഇങ്ങനെ നിൽക്കണമാതിരി നിന്നിട്ട് തല കുറെ കയ്യ് കാല്, ഇതൊന്നുമല്ല വിശ്വരൂപം. കാണുന്ന സകല വസ്തുക്കളിലും ഭഗവാനെ കാണാറാകുന്നതാണ് വിശ്വരൂപം. ഈ മരം ഭഗവാൻ, ലൗഡ് സ്പീക്കർ, വ്യാസപീഠം, മൈക്ക്, നിങ്ങളിരിക്കുന്ന ഓരോരുത്തർ, പക്ഷിമൃഗാദികൾ, ക്ഷേത്രം, അതിൻ്റെ പ്രാസാദം, അവിടെയുള്ള കടകളിലെ കളിപ്പാട്ട്, ഇങ്ങനെ ഓരോന്നിലും ഈശ്വരനെ കാണാനുള്ളൊരവസ്ഥ ഉണ്ടാക്കിയെടുത്താൽ അതാണ് വിശ്വരൂപ ധ്യാനം. കപില മഹർഷി അതിനുള്ള വഴിമരുന്നാണ് ഇട്ട് വെച്ചത്, ആ ട്രെയിനിങ്ങിനുള്ള വഴിമരുന്നാ. എന്നിട്ട് പറഞ്ഞു, അമ്മേ ഭക്തി അതാണ് പ്രധാനം. അപ്പൊ ഭക്തി എന്താ? ഇങ്ങനെ കാണാൻ പഠിക്കലാണ് ഭക്തി. പ്രകാശത്തോട് ചേർന്നിരിക്കുന്ന അവസ്ഥ എന്നാണ് ഭക്തിയുടെ അർത്ഥം. ആരാധനയല്ല, നമ്മളൊക്കെ ആരാധനയാണ് ചെയ്യുന്നത്. ആരാധനയിലെ പ്രശ്നം എന്താ അറിയോ? ഞാൻ പല സ്ഥലത്തും പറയുന്ന മാതിരി സിനിമയിലെ ഫാൻസ് അസോസിയേഷൻസ് പോലെ അത്. നമ്മൾ ഏതെങ്കിലും ഒരു ദേവതാരൂപത്തിൻ്റെ ഫാനായിരിക്കും. അപ്പം മറ്റേ വ്യക്തിയുടെ സിനിമ ഇറങ്ങുമ്പോൾ പറയും അത് മോശം.
എൻ്റെ നായകൻ്റെ സിനിമ മാത്രം നല്ലത്. ഈ അവസ്ഥയിൽ ആയതാണ് നമ്മുടെ ധർമ്മത്തിന് വന്ന ഏറ്റവും വലിയ ചുതി. ആരാധനയെന്ന് ഭക്തിയിലേക്ക് ഉയരാൻ അവനവൻ തന്നെ ശ്രമിക്കണം. പക്ഷെ നമ്മൾ ഭക്തനായോ അല്ലയോ എന്നുള്ള സർട്ടിഫിക്കറ്റ് തരേണ്ടത് ഭഗവാനാണ്. അത് നമ്മളല്ല ആ സർട്ടിഫിക്കറ്റ് വെക്കേണ്ടത്. അപ്പൊ കപില മഹർഷി പറയുക അമ്മയുടെ അടുത്ത്, അമ്മേ ഭക്തിയാണ് പരമമായിട്ടുള്ള പാത, അതിൻ്റെ മുകളിൽ മറ്റൊരു പാതയില്ല. എന്നാൽ ഭക്തിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ? ഭക്തിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. ഭക്തിയിൽ ജ്ഞാനവും ചേരണം, കർമ്മവും ചേരണം. ചിലർ പറയും ഞാൻ കർമ്മയോഗിയാണ്, എനിക്ക് ഭക്തിയൊന്നുമില്ല, ഞാൻ എൻ്റെ സേവനം ചെയ്യണു പ്രപഞ്ചത്തിന്, ജനങ്ങൾക്ക്, എനിക്ക് എൻ്റെ വഴി ഇതാണ്. പക്ഷെ ഞാൻ ഇത് ചെയ്യണു എന്നവർ പറയുന്നവിടെ തന്നെ അവരുടെ കർമ്മയോഗം തകർന്ന് തരിപ്പണായി. അവർ ഫ്ലെക്സ് വയ്ക്കും, എന്ത് ചെയ്താലും ഫ്ലെക്സ് വയ്ക്കും. ഈ വിളക്കുകാല് ഞാനാണ് വെച്ചത്, ഇവിടെ ബസ് സ്റ്റോപ്പ് പണിത് ഞാനാണ്, ഇവിടെ തണ്ണീർപ്പന്തൽ വെച്ച് ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഫ്ലെക്സ് വയ്ക്കും. അപ്പൊ സാമൂഹ്യ സേവനം നടത്തിയാൽ മോക്ഷം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. സാമൂഹ്യ സേവനം നടത്തി ആ സാമൂഹ്യ സേവനത്തിന് ഈശ്വരന് സമർപ്പിച്ചാൽ മാത്രമേ മോക്ഷം കിട്ടുള്ളൂ. ഈശ്വരന് സമർപ്പിക്കാൻ തുടങ്ങി അവിടെ ഭക്തി വന്നു. അപ്പൊ ഭക്തി ഇല്ലാണ്ട് കർമ്മയോഗം പുഷ്ടിയാവില്ല. ഇനി അറിവ്, ഞാൻ ബ്രഹ്മമാണ് 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 എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഒരു ദിവസം ആരംഭിച്ച് അത് അവസാനിച്ച് ഉറങ്ങി എണീക്കുന്ന സമയം വരെയും ഈ സ്വസ്വരൂപാനുസന്ധാനം, അവനവൻ്റെ സ്വരൂപത്തെ അനുസന്ധാനം ചെയ്യലും ചുറ്റുമുള്ളവരിൽ മുഴുവൻ അതേ സ്വരൂപത്തെ കാണുകയും ചെയ്യുന്ന പ്രക്രിയ ചെയ്തില്ലെങ്കിൽ ഞാൻ ജ്ഞാനി നീ വിഡ്ഢി എന്നായ അവിടെയും ജ്ഞാനത്തിൻ്റെ പണി കഴിഞ്ഞു. ഇത് ചെയ്താൽ ഭക്തിയായി. അപ്പൊ ഭക്തി ഉണ്ടെങ്കിലേ അവിടെ ജ്ഞാനത്തിനും രക്ഷയുള്ളൂ. യഥാർത്ഥ ഭക്തൻ ഇത് തന്നെ താനെ ഉണ്ടായി വരും, കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. എൻ്റെ ഗുരുവായൂരപ്പ രാവിലെ എഴുന്നേറ്റ് ചെയ്യണത് മുഴുവൻ നിനക്ക് നിനക്ക് നിനക്ക്, 1 മണിക്കൂർ കഴിഞ്ഞ് ഓർമ്മ വന്നു ഇത്ര നേരം ചെയ്തതൊക്കെ നിനക്ക്, ഇനി ചെയ്യാൻ പോണ 1 മണിക്കൂറിൻ്റെ പണിയും നിനക്ക്, എല്ലാം നിനക്ക് 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 അവർ കൊടുക്കുക. നല്ലത് ചീത്ത നോക്കാതെ സമർപ്പണം ചെയ്തുകൊണ്ടേയിരിക്കുക. കല്ലേറ് കിട്ടിയാലും പൂമാല കിട്ടിയാലും അപമാനം കിട്ടിയാലും അംഗീകാരം കിട്ടിയാലും സന്തോഷം വന്നാലും ദുഃഖം വന്നാലും ഭഗവാന് കൊടുത്തു കൊടുത്ത് ഉള്ളു ശുദ്ധാക്കി വെച്ചോണ്ടിരിക്കുക, ഒഴിച്ചിട്ടോണ്ടിരിക്കുക. ഇത് ചെയ്യാൻ എന്ന് പരിശീലിക്കാൻ തുടങ്ങണോ അന്ന് നമ്മൾ ഭക്തിയുടെ രാജപാതയിലേക്ക് കയറി. ഈ സമർപ്പണത്തിനെയാണ് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ആലോചിച്ച് നോക്കണം, ദേവഹൂതി എന്ന് പറഞ്ഞാൽ എത്ര ഉയർന്ന ഒരു ആത്മാവാണ്. അവരൊരു സാധാരണ സ്ത്രീയല്ല. ആ അമ്മ പറയാണ്, ഞാൻ ലൗകികതയെ പെട്ടുപോയി മോനെ, അറ്റാച്ച്മെന്റുകളിൽ ഞാൻ പെട്ടുപോയി, എനിക്കിതിന്ന് രക്ഷപ്പെടണം, ചുരുങ്ങിയ കാലം കൊണ്ട് എനിക്കിതിന്ന് പുറത്ത് കിടക്കണം. നീ സാക്ഷാൽ പരബ്രഹ്മം എൻ്റെ ഗർഭത്തിൽ ഊറി, ഞാൻ നിന്നെ പ്രസവിച്ചു, നീ എനിക്ക് ഗുരുവാണ്, നീ എനിക്ക് പറഞ്ഞതാന്നാ പറയണത്. ആ അമ്മയുടെ മഹത്വം ആലോചിച്ച് നോക്കാം. അമ്മയും മകനെ എല്ലാവരും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. താന വിനയം വരും, താന ഭക്തി വരും. കപില വാസുദേവൻ സാക്ഷാൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ. ആ ഭഗവാനെ പ്രസവിക്കാൻ ഭാഗ്യം ചെയ്ത അമ്മ ആ ഭാഗ്യത്തിന്റെ പൂർത്തീകരണം വരുത്തണം എങ്ങനെയാ നോക്കൂ. മകനെ എനിക്ക് ഉപദേശം എന്താ, എന്നെ ഈ ചക്രത്തുനിന്ന് രക്ഷിക്കുക. അപ്പോഴാണ് അമ്മ അമ്മയാവണത്. തൻ്റെ മകൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അപ്പോഴാണ് ആ അമ്മയുടെ ജീവിതം സാർത്ഥകമായിട്ട് തീരുന്നത്. കർമ്മയോഗോ ജ്ഞാനയോഗോ പോലെ ഭക്തി പുറത്തെ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്നില്ല. ആരോടും നിങ്ങൾ ചോദിക്കണ്ട, ആരെയും ബോധ്യപ്പെടുത്തണ്ട, വീട്ടിൽ അപ്പുറത്തിരിക്കുന്ന ആളെ പോലും നിങ്ങൾ ബോധ്യപ്പെടുത്തണ്ട. ഇത് നിങ്ങളുടെ അകത്താണ്. അതാദ്യം ഉറപ്പിക്കുക. ക്ഷേത്രത്തിലോ പ്രഭാഷണ വേദിയിലോ ഒക്കെ നിങ്ങൾ വരുന്നത് ആ അകത്തുള്ളതിനെ ട്രെയിൻ ചെയ്ത് ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് വരണത്. അവിടെ പ്രതിഷ്ഠ നടത്താനുള്ള അഷ്ടബന്ധം കൂട്ടാൻ മാത്രമാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈ അഷ്ടബന്ധം ഇടിച്ചുറപ്പിക്കുന്ന കണ്ടിട്ടുണ്ടോ? അടിക്ക് 1,00,000 അടിയാണ്. ഡൂം 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 പറഞ്ഞിട്ട് അടിച്ചുകൊണ്ടിരിക്കും. 3 പേര് മാറി മാറി, ഒരാളുടെ ടൈമിംഗ് തെറ്റിയാൽ മറ്റയാളുടെ കൈ പോകും. അങ്ങനെയാണ് അഷ്ടബന്ധം അടിച്ചുറപ്പിക്കുക. 1,00,000 അടി അടിക്കണം എന്നാണ്. അതുപോലെ അടിച്ചുറപ്പിക്കാനാണ് ഇങ്ങനത്തെ വേദികളിൽ വരുന്നത്. അങ്ങനെ ഉറപ്പിച്ചിട്ട് അത് വീട്ടിലിരുന്ന് സാധന ചെയ്യണം. ശ്രവണം മാത്രം പോരാ, മനനം ചെയ്യണം.
പറഞ്ഞത് എന്താണെന്ന് നന്നായിട്ട് ഉറപ്പിച്ച് വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് അനുഭവത്തിലാവും, നിധിധ്യാസനാവും. വേദാന്തത്തിൽ ഇങ്ങനത്തെ കട്ടിയുള്ള ടേംസൊക്കെ കാണും, അതൊന്നും കേട്ട് പേടിക്കേണ്ട. അതിൻ്റെ ആന്തരികാർത്ഥമൊക്കെ വളരെ ലളിതമാണ്. ഭഗവാനെ ലളിതമായ വസ്തുവാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്ത്രീരൂപത്തിനെ ലളിത എന്ന് വിളിച്ചത്. നമുക്കാണ് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ടത് എല്ലാറ്റിനെയും. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരെങ്കിലും വന്ന് എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയി പറഞ്ഞാൽ എന്താ അറിവ്, എന്താ പാണ്ഡിത്യം, ഒന്നും മനസ്സിലായിണ്ടാവില്ല. എന്നാ അനുഭവമുള്ളവൻ അവന് ഭാഷയും ഉണ്ടാവില്ല, പറയാനും അറിയില്ല, ഒന്നുമില്ല. അവൻ വന്നിട്ട് നമ്മളെ നോക്കിയിരിക്കും. ആരാ ഗുരുവായൂരപ്പൻ? കരയാൻ തുടങ്ങും. അവനെ കാണുമ്പോൾ, അവൻ്റെ കണ്ണീര് കാണുമ്പോൾ, ആനന്ദം കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് തുറന്നങ്ങോട്ട് വരും. ഡാം തുറക്കണ മാതിരി അനുഭവം കിട്ടി. പല സ്ഥലത്തും പറയാറുണ്ട് ഞാൻ മധുരം എന്താന്ന്. ഇതപ്പം മധുരം അറിയാത്തൊരു കൊച്ചുകുട്ടി ജനിച്ചു ഉടനെ അതിന് മധുരം എന്താണെന്ന് അറിയില്ല. അതിനെ ഒരു 20 വയസ്സ് വരെ മധുരം എന്താണെന്ന് അറിയിക്കാണ്ട് വളർത്തുക. എന്നിട്ട് കുറെ പുസ്തകം കൊടുക്കുക, മധുരത്തിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ. എന്താണ് മധുരം? കുറേ എസ്സേകൾ, കുറെ പുസ്തകം, കുറെ പ്രഭാഷണം കേൾപ്പിക്കുക. ഇതൊക്കെ ചെയ്താലും കുട്ടിക്ക് മധുരം എന്താണെന്ന് മനസ്സിലാവില്ല. നേരെ മറിച്ച് ആ കുട്ടി അടുക്കളയ്ക്ക് കൊണ്ടുപോവുക, പഞ്ചസാര പാത്രം തുറക്കുക, ഒരു സ്പൂണ് പഞ്ചസാര എടുക്കുക, വായിലിട്ട് കൊടുക്കുക. കിട്ടിയോ? അതാണ് മധുരം എന്ന് പറയുക. ഇത് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അനുഭവം ഉണ്ടാക്കണം. ആ അനുഭവത്തിന് വേണ്ടിയിട്ടാണ് ഭക്തിയെ പ്രാക്ടീസ് ചെയ്യേണ്ടത്. കർമ്മം ബാഹ്യമാണ്, ജ്ഞാനത്തിൻ്റെ ചർച്ചകളും ബാഹ്യമാണ്. പക്ഷെ അത് അകത്ത് ഉറപ്പിച്ചാൽ ഭക്തിയോട് ചേർന്നതായത്. ഭക്തി ഇന്റേണൽ പ്രോസസ്സാണ്. അത് ഒരു തവണ ഉണ്ടായാലും പോലെ നിരന്തരാഭ്യാസമാണ്. നിങ്ങൾക്ക് ഇനി സമാധി അനുഭവിച്ചു, നിങ്ങൾക്ക് സാക്ഷാത്കാരം കിട്ടി, നിങ്ങൾക്ക് ഭഗവാനെ കാണാൻ പറ്റി, അതൊക്കെ ആയാൽ പോലും നിരന്തരാഭ്യാസമാണ്. അതുകൊണ്ടാണ് തിയറി മാത്രമേ അറിയുള്ളൂ. ഭട്ടതിരിപ്പാടിന് 1-ാമത്തെ ദിവസം വരുമ്പോൾ ആ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പുറത്തെ ബലിക്കല്ലിൻ്റെ സൈഡിൽ ചുട്ടുപഴുത്ത മണലിൽ, അന്ന് നടപ്പന്തലില്ല, ഇന്നത്തെ അമ്പലമല്ല, ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ അമ്പലം ഭട്ടതിരി കണ്ടിട്ടില്ല. അതൊക്കെ 17-ാം നൂറ്റാണ്ടിൽ പുതുക്കി പണിതാണ് നിങ്ങൾ ഈ കാണുന്ന ഇന്നത്തെ ശ്രീകോവിലൊക്കെ. അന്ന് അദ്ദേഹത്തിനെ ഒരു ഓലക്കുട കൊണ്ടുവന്നിട്ട് ആ മണലിൽ വിരിച്ചിരുത്തുക ചെയ്ത്. എന്താ അകത്ത് കയറ്റിയിരുത്താൻ? ഇന്നിപ്പോൾ നമ്മൾ നാലമ്പലം കടന്ന് അകത്ത് കയറണ വശത്താണ് ഭട്ടതിരിന്ന് എഴുതിയത് പറയും. അവിടെ അല്ല ആദ്യം ഇരുന്നത്. കാരണം ശരീരം തളർന്നവനാണ്. ഉമിനീരിന് പോലും നിയന്ത്രണമില്ല, വായയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് കൊണ്ടുവന്നിരുത്തണത് അനിയൻ. അപ്പം അശുദ്ധാവും ഉള്ളിൽ. കുളിപ്പിച്ച് കൊണ്ടുവന്നിരുത്തിയാലും വശത്തു കൂടെ ഒലിക്കും. അതുകൊണ്ട് അവിടെയാണ് ആദ്യത്തെ 10-12 ദിവസം ഇരുന്നിരിക്കുന്നത്. അവിടെ ഇരുന്ന് എഴുതിയിട്ടാണ് അത് നിയന്ത്രിച്ച് മാറി അകത്തേക്ക് കയറിയിരുന്നത്. എന്നാലും ആ 1-ാമത്തെ ദിവസം അവിടെ ഇരിക്കുമ്പോൾ പാടിയത് എന്താ? സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ ശ്ലോക. അത് തിയറിയാ. അദ്ദേഹം പഠിച്ചത് പറഞ്ഞു എന്നേ ഉള്ളൂ. കട്ട പിടിച്ച് കിടക്കണ ആനന്ദം ഇതാ മനുഷ്യ ശരീരമാകുന്ന ഗുരുവായ വായു ഓടുന്ന ഇതിൻ്റെ ഉള്ളിൽ ബ്രഹ്മതത്വമായിട്ടിരിക്കണു. തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ എന്ന് പറഞ്ഞ സ്ഥലമല്ല ഭട്ടതിരി പറഞ്ഞത്, നമ്മുടെ ഓരോരുത്തരുടെ ശരീരമാണത്. പക്ഷെ അത് അദ്ദേഹത്തിന് അപ്പോഴും വായിച്ചറിവോ പറഞ്ഞറിവോ ആയിരുന്നു, അനുഭവത്തിൽ വന്നിട്ടില്ല. പക്ഷെ ഓരോ ദശകം കടക്കും തോറും അനുഭവമായി മാറി 99 ദിവസം കഴിഞ്ഞപ്പോൾ 100-ാമത്തെ ദിവസം രാവിലെ അദ്ദേഹം അത് അനുഭവമായിട്ട് അനുഭവിച്ചു. അപ്പോഴാ പറയണത് അഗ്രേ പശ്യാമി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങണത് അങ്ങനെയാണ്. സഹസ്രാരം വിരിയുമ്പോൾ കാണുന്ന വെളിച്ചം തേജോ നിബിഡതരകളായാവലീലോപനീയം. കരിങ്കൂവളപ്പൂക്കളുടെ നിറാണ് സഹസ്രാര ചക്രത്തിന്. അവിടെ അപ്പ ജനിച്ച പോലെ സദ്യോജാതം പ്രപദ്യാമി എന്ന് പറയും. സദ്യോജാത മന്ത്രം മഹാദേവന്റെ ഇപ്പ ജനിച്ച കുട്ടി. ഈശ്വരൻ എപ്പോഴും അത്രയും ഫ്രഷാണ്. അതുകൊണ്ടാണ് അതിന് തൊട്ട് മുമ്പുള്ള അധ്യായത്തിൽ പ്രതിനിമിഷ നവീനായ ഭർത്രേ. കാണുമ്പോൾ ഒക്കെ എപ്പോൾ നോക്കിയാലും പുതുതായിട്ട് തോന്നുന്നവനെ. ഈശ്വരൻ എങ്ങനെയാണ്? ഈശ്വരനെ മടുക്കില്ല. അങ്ങനെ കണ്ടറിഞ്ഞു കഴിഞ്ഞിട്ട് അനുഭവിച്ചു കഴിഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം ആ ചോദിച്ച ആ വരമുണ്ടല്ലോ, ആ വരത്തി കിടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഭക്തി നിരന്തരാഭ്യാസമാവണമെന്ന്. യോഗീന്ദ്രാണെന്നുള്ള ശ്ലോകത്തിൽ വരും, നിത്യം ചിത്തസ്ഥിതമ്മേ, എന്നും എൻ്റെ മനസ്സിൽ ഇരിക്കണേ പവനപുരപതയെ കൃഷ്ണ കാരുണ്യ സിന്ധോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സിൻ്റെ താപത്തെ നശിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ മായയെ പോയി പെടുമ്പോഴാണ് ഈ എരിച്ചിലും ചൂടൊക്കെ ഉണ്ടാവണത്. കൃത്വാ നിശേഷതാപാൽ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വരേ ചോദിക്കുന്നുള്ളൂ. നമ്മൾ പറഞ്ഞ മാതിരി സമ്പത്തിൻ്റെ ലക്ഷ്മിയെ ചോദിച്ചില്ല. പരമാനന്ദ സന്തോഷ ലക്ഷ്മി, എനിക്കത് എപ്പോഴും ഉണ്ടാവണം എന്ന് പറഞ്ഞു. സാന്ദ്രാനന്ദം എന്ന് പറഞ്ഞ് തുടങ്ങി പരമാനന്ദ സന്തോഷ ലക്ഷ്മിയിൽ അവസാനിപ്പിച്ചു.
കപില മഹർഷി പറഞ്ഞതിനെ അനുഭവിച്ച് കണ്ട് കാണിച്ചു കൊടുക്കുകയാണ് നമുക്ക് പറഞ്ഞു തരികയാണ് ഭട്ടതിരി. ഭക്തിക്ക് മനസ്സിനെ ശുദ്ധീകരിക്കാൻ സാധിക്കും. ഭക്തി ഏറ്റവും ഉയർന്ന മാർഗം മാത്രമല്ല, ഭക്തിയുടെ പരിവർത്തന ശേഷി വളരെയധികമാണ്. പ്രഭാഷണങ്ങളിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചിലർ പറയും ആ ശരത്തേട്ടൻ്റെ പ്രഭാഷണം ഭയങ്കര ഇൻഫർമേറ്റീവാണ്, ഒരുപാട് ഡാറ്റ കിട്ടുന്നുണ്ട്, ഒരുപാട് അറിവ്. ഞാൻ പറയും ഈശ്വര, എൻ്റെ പ്രഭാഷണം അത്ര മോശമാണ്. കാരണം എന്താ വെച്ചാൽ ആൾക്കാർ അതിലത്തെ ഡാറ്റ മാത്രമേ എടുക്കണുള്ളൂ. അവരുടെ അകത്ത് പരിവർത്തനം വരുന്നില്ലെങ്കിൽ, ഗുരുവായൂരപ്പ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇത് മുഴുവൻ പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ പറയുന്ന സമയത്ത് എനിക്കും പരിവർത്തനം വരണം, നിങ്ങൾക്കും പരിവർത്തനം വരണം. സാഹചര്യം കൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. എന്നെക്കാളും വലിയ ഗുരുക്കന്മാർ ഇത് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഗുരുവേ അല്ല, ഗുരുവായൂരപ്പൻ ഇവിടെ പിടിച്ചിരുത്തി, അതുകൊണ്ട് ഇതാ പറയണു, അത്രേ ഉള്ളൂ. മഹാത്മാക്കൾ ഇതാ ഇരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ തുടക്കത്തിലെ ഗുരുവായൂരപ്പനായിട്ട് കണ്ട് നമസ്കരിച്ചത്. അപ്പോ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം. അകത്ത് പരിവർത്തനം വരാണ്ട 4000 സപ്താഹത്തിലും 5000 സത്രത്തിലും പങ്കെടുത്തിട്ട് കാര്യമില്ല. അകത്ത് മാറ്റം വരണം. അകത്ത് മാറ്റം വരാത്തവന് പുറത്തും മാറ്റം വരില്ല. അവനവനെ ചതിക്കാതിരിക്കുക എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. ആത്മവഞ്ചന ചെയ്യാതിരിക്കുക. ആത്മവഞ്ചന ചെയ്യാത്തവൻ പുറത്ത് ആരെയും വഞ്ചിക്കില്ല. ആത്മവഞ്ചന ചെയ്യണവൻ പുറത്ത് ആരെയും ചതിക്കും. അതുകൊണ്ട് ആദ്യം അവനവനെ ചതിക്കാതിരിക്കാൻ പഠിക്കുക. ആധ്യാത്മികതയുടെ ആദ്യ ചുവടാണ്. കാരണം ആധ്യാത്മികതയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ അവനവനെ ചതിച്ചുകൊണ്ടിരിക്കണം. അവനവനെ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? എത്രയോ പേര് സാധാരണക്കാർ ഇവരെ വിശ്വസിച്ച് അവർ ചതിക്കപ്പെടുന്നു. ഭൗതിക ജീവിതത്തിൽ ചതിക്കണേക്കാട്ടിലും ഭയാനകമാണ് ആധ്യാത്മികതയിലുള്ള ചതിയും അഹങ്കാരവും. കാരണം മനുഷ്യൻ ജീവിക്കുന്നത് പ്രത്യാശയില. അത്ര ദുരിതങ്ങളുടെ ഇടയിലാ ഒന്ന് ചിരിക്കാനും ഒന്ന് ആശ്വസിക്കാനുള്ള അവസരം തേടി നടക്കുന്നത്. ആ ആശ്വാസത്തിന് വേണ്ടി ചെല്ലുന്നവനാണ് അനുഭവമില്ലാണ്ട വർത്തമാനം പറയുന്നത്. അപ്പൊ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടായിരിക്കണം ഭക്തി എന്ന ബോധത്തോട് കൂടിയിട്ട് വേണം പറയണവനും കേൾക്കണവനും വർത്തിക്കേണ്ടത്. ഇല്ലെങ്കിൽ നടക്കില്ല. മറ്റ് കർമ്മങ്ങളുടെ പദ്ധതികളുമായിട്ട് കപില മഹർഷി തട്ടിച്ചു പറയുന്നുണ്ട്. കർമ്മത്തിന്റെ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവന് എന്ന് വിചാരിക്കാതെ, വേദങ്ങൾ പറഞ്ഞു അഗ്നയേ ഇതം നമമ, ഇത് എൻ്റെ അല്ല അഗ്നേ, അങ്ങയുടെ ആണെന്ന് പറഞ്ഞാൽ ഓരോ ആഹുതിയും കൊടുക്കണം. ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ? നിങ്ങൾക്ക് ഏത് ആർഭാട ജീവിതം. ഇന്ന് നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ സോഷ്യലിസം കലർത്തി ഭക്തിയിൽ. നമ്മുടെ വിചാരം ദരിദ്രനായാലേ ഭക്തി ഉണ്ടാവുള്ളൂ. അതൊക്കെ ശുദ്ധ മണ്ടത്തരം. ഇതൊന്നും ഈശ്വരന് കണക്കില്ല. ഈശ്വരൻ ദുഷ്ടനെയോ നല്ലവനെയോ ഒന്നും വേർതിരിക്കുന്നില്ല. ഞാൻ എല്ലാ സ്ഥലത്തും പറയാറൊരു ഉദാഹരണമുണ്ട്. ഒരു നദി, നമ്മളിതാ ചുട്ടുപൊള്ളണ വെയിലത്ത് ഒരു പരമദുഷ്ടനും വളരെ നല്ലവനും കൂടെ നടന്നു വീണു. രണ്ടുപേർക്കും ദാഹം. നദിയുടെ അടുത്ത് ചെല്ലണു. ആ നദിയിലെ വെള്ളം കോരി കുടിക്കാൻ പോകുമ്പോൾ ദുഷ്ടനോട് നദി പറയാണ്, നിർത്ത്, നീ ദുഷ്ടനാണ്, നീ എൻ്റെ വെള്ളം കുടിക്കരുത്, നല്ലവനായിട്ടുള്ള നീ മാത്രം വെള്ളം കുടിച്ചാൽ മതി എന്ന് ഏതെങ്കിലും നദി പറയോ? ഏതെങ്കിലും നദി പറയോ? ഏതെങ്കിലും ഫലവൃക്ഷം പറയോ ദുഷ്ടാ നീ എൻ്റെ ഫലം പറിക്കരുത്, നല്ലവനായിട്ടുള്ള നീ മാത്രം പറിച്ചാൽ മതി എന്ന് പറയോ? ഭഗവാൻ ഇതുപോലെയാണ്. ഭഗവാൻ ദുഷ്ടനെന്നോ നല്ലവനെന്നോ ഭഗവാന് ക്ലാസിഫിക്കേഷൻ ഇല്ല. ഒരുത്തൻ്റെ കർമ്മത്തിൻ്റെ ഫലം പാകമാകുമ്പോൾ അവൻ അനുഭവിക്കലേ ഉള്ളൂ ഈ ലോകത്ത്. നമ്മൾ പലപ്പോഴും പറയും അവൻ എത്ര മഹാഭാവി, അവൻ പന പോലെ വളരണ കണ്ടില്ലേ, എന്നിട്ട് അവന് ഭഗവാന്റെ അടി കൊടുക്കണില്ലല്ലോ. ഇത് ക്ഷേത്രങ്ങളുടെ അകത്ത് കാണുമ്പോഴാണ് നമ്മൾ കൂടുതൽ പറയാം. ക്ഷേത്രങ്ങളുടെ അകത്ത് പലരും കാണിച്ചു കൂട്ടർ കാണുമ്പോൾ പറയും ഭഗവാൻ എന്താ ഇതൊന്നും കാണില്ലേ. ഭഗവാന്റെ ജോലി ഇതല്ല. അത് പുരുഷൻ സാക്ഷി അനങ്ങില്ല. പക്ഷെ മാറിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിയുണ്ട്, പരാശക്തി, അവളൊക്കെ എഴുതി വെക്കുന്നുണ്ട്. ഇത് മുഴുവൻ എഴുതി വെക്കുന്നുണ്ട്. ഇന്ന് അവന്റെ പൂർവ്വപുണ്യം അവനെ അവന്റെ ദുഷ്ചെയ്തികളുടെ കർമ്മഫലത്തിൽ നിന്ന് രക്ഷിക്കുണ്ടാവും. പക്ഷെ ഒരു ദിവസം വരും അവൻ പുതുതായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ അടിവേര് തൊട്ടിട്ട് അങ്ങോട്ട് എടുക്കാൻ തുടങ്ങും. അങ്ങനെ അടിവേര് തൊട്ടിട്ട് എടുക്കലാണ് കർമ്മത്തിന്റെ ഗതി. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. അത് ഗുരുവായൂരപ്പനാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു സ്വഭാവമുണ്ട്. വീട്ടിലേ കൊടുക്കുള്ളൂ, കയ്യിൽ തരില്ല. എന്തും കയ്യിൽ കൊടുക്കില്ല, വീട്ടിലേ കൊടുക്കുള്ളൂ. കുചേലിന് കയ്യിൽ ഒന്നും കൊടുത്തില്ല. വീട്ടിൽ ചെന്നപ്പോൾ വീടൊക്കെ മാറി. അടി വരണതും അങ്ങനെയാ. മക്കള്, മരുമക്കള്, പേരക്കുട്ടികൾ, ഭാര്യ, ഭർത്താവ്, അവിടെ തൊട്ടിട്ട് അങ്ങനെ അടിവേരും ഞങ്ങൾ പൊളിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഈ കട്ടോണ്ട് പോണതൊക്കെ അങ്ങനെയാണ് തീരുക. പിന്നെ അതാരാണെങ്കിലും ശരി,
ഭഗവാന്റെ തോളത്ത് കയറ്റി നടക്കണമെന്ന് വിചാരിക്കണവരാണെങ്കിൽ ശരി, 1 മൈൽ ദൂരെ നിന്നിട്ട് ഒക്കെ ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് വേണ്ടാതരം കാണിക്കണവനാണെങ്കിൽ ശരി. അപ്പൊ കർമ്മത്തിന്റെ ഗതി എന്ന് പറയുന്നത് നിസ്വാർത്ഥതയിൽ ഊന്നിയതായിരിക്കണം. പക്ഷെ കർമ്മം ഗ്യാരണ്ടി തരുന്നില്ല. കർമ്മം ഒരിക്കലും മോക്ഷത്തിന് ഗ്യാരണ്ടി തരുന്നില്ല. മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവം മനസ്സുകൊണ്ട് ഉപേക്ഷിച്ച് മനസ്സിനെ ഉപേക്ഷിച്ചിരിക്കുക എന്നർത്ഥം. മരിച്ചു പോകുക എന്നർത്ഥം എടുക്കരുത്. അനവധി കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ മനസ്സിൽ കയറിക്കൂടിയിട്ടുള്ള തെറ്റിദ്ധാരണയാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണ്. ഒരാവശ്യമില്ല. നിങ്ങൾ ജീൻസ് പാൻറ് ഇട്ടിട്ട്, ചുരിദാർ ഇട്ടിട്ട്, ടീഷർട്ട് ഇട്ടിട്ട്, മെഴ്സറീസ് ബെൻസ് ഓടിച്ചിട്ട് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് നിങ്ങൾ നടന്നാലും നിങ്ങളുടെ അകത്ത് എന്താണെന്നുള്ളത്, ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ്. ഞാൻ ആധുനിക കാലത്തെ കുട്ടികളോടാണ് ഈ പറയണത്. അവിടെ പരിശീലിക്കണം. അകത്ത് പരിശീലിച്ചാൽ താനെ പുറത്തെ പാളികളൊക്കെ കാലക്രമേണ അടർന്നു വീഴോടും. അല്ലാണ്ട് നിങ്ങൾ എന്തിനേയും നിർബന്ധിച്ച് അടിച്ചേൽപ്പിച്ച് ഫോഴ്സ് ചെയ്തിട്ട് കാര്യമില്ല. ആ ആഗ്രഹങ്ങളുടെ വിത്തുകൾ അവിടെ കിടക്കും. വീണ്ടും ആരും കാണില്ല എന്ന് ഉറപ്പ് വരുമ്പോൾ മുളയ്ക്കും. എന്തിനാ വെറുതെ പണിക്ക് നിൽക്കണം? ശുഗമഹർഷി അതല്ലേ പറഞ്ഞ, വാസനയുടെ വിത്തിനെ വറക്കണം പരീക്ഷിത്തെ എന്നാ പറഞ്ഞു. കാരണം വിത്ത് അത്ര പെട്ടെന്ന് പോവില്ല, അതവിടെ കിടക്കും. ആരും ശ്രദ്ധിക്കാനില്ല എന്ന് കാണുമ്പോൾ അനുകൂല സാഹചര്യം വരുമ്പോൾ നമ്മുടെ കയ്യിലിരിപ്പ് പുറത്തു വരും. അത് വരരുത്. അതിന് കർമ്മത്തെ സമർപ്പിച്ച് 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 പോകണം. ചെയ്യണത് മാത്രമല്ല, ചെയ്തേന്നുള്ള ഫലം കിട്ടിയില്ലെങ്കിൽ അതും, സന്തോഷമാണെങ്കിൽ അതും, ദുഃഖമാണെങ്കിൽ അതും. കാരണം കർമ്മം ചെയ്തു കഴിഞ്ഞ് വരുന്ന ഫലത്തിൻ്റെ അനുഭവം, ആ അനുഭവമാണ് നമ്മുടെ അകത്ത് വിത്തായിട്ട് കിടക്കുക. പിന്നീട് അത് ആഗ്രഹിക്കാനാക്കി മാറ്റുന്നത് അതാണ്. അത് പൂർവ്വജന്മത്തിലെ ആവാം, ഈ ജന്മത്തിലെ ആവാം. വീട്ടിൽ വളർത്തുന്ന നായ വീട്ടിലെ ഉടമസ്ഥനെ കയ്യിൽ ഒരു ബ്ലേഡ് കൊണ്ട് മുറിഞ്ഞിരിക്കുമ്പോൾ അത് വന്ന് നക്കാണ്. രക്തത്തിൻ്റെ രുചി കിട്ടി. പിന്നെ അത് തരം കിട്ടിയാൽ കടിക്കും. അത് തരം കിട്ടിയാൽ കടിക്കും. രുചി അറിഞ്ഞു, രുചി അറിഞ്ഞാൽ അത് കടിക്കും. അതേപോലെയാണ് മനുഷ്യൻ്റെ. രുചി അറിഞ്ഞോ പൊട്ടും. ഇന്നല്ലെങ്കിൽ നാളെ പൊട്ടും. ഇനി നാളെ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും പൊട്ടും. അതുകൊണ്ട് ഇന്നേ അതിനെ വറക്കണമെങ്കിൽ ഭഗവാങ്കലേക്ക് സമർപ്പിക്കണം, ബ്രഹ്മത്തിലേക്ക് സമർപ്പിക്കണം. രൂപമുള്ള ഈശ്വരനിലേക്ക് സമർപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം അതും മായയാണ്. ഭഗവാന്റെ വിഗ്രഹം മായയാണ്. മായാ നരസിംഹ എന്നാ പറയുക. ഭഗവാന്റെ രൂപം മായയാണ്. ദേവകി പ്രസവിച്ച രൂപം ഇന്നില്ലല്ലോ. കാരണം എന്താ? മായയായിരുന്നു. ജനിച്ച് ജീവിച്ച് ഇല്ലാതായി പോയി. ആ മായയെ കുടുങ്ങിക്കിടന്നുകൊണ്ടാണ് ഉദ്ധവരെ പറഞ്ഞു വിടണത്. ഇവിടുന്ന് പോ, നീ എൻ്റെ രൂപത്തിൽ കുടുങ്ങിക്കിടക്കണു, ബദരിക്ക് പോ 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 എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് നിർബന്ധിച്ച് പറഞ്ഞയക്കണം. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഉദ്ധവരെ അടുത്ത് നിർത്താം. ഭഗവാന് നിർബന്ധമൊന്നുമില്ല ഉദ്ധവർ പോണെന്ന്. ഉദ്ധവരുടെ നന്മയ്ക്ക് വേണ്ടി. കാരണം ഉദ്ധവൻ നാളെ താൻ തന്നെയാണ്, താനായി മാറണം. ഇന്നും ബദരീനാഥത്തില് പുറത്തേക്ക് എഴുന്നള്ളുന്നത് ഉത്സവമൂർത്തിയായിട്ട്. ഇപ്പൊ ഗുരുവായൂരപ്പന്റെ തടമ്പാണല്ലോ പുറത്തേക്ക് എഴുന്നള്ള. മൂലവിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളില്ല. ബദരിയിൽ ആരാ പുറത്തേക്ക് എഴുന്നള്ളുന്നത്? ബദരീനാഥനല്ല, ഉദ്ധവരുടെ പ്രതിമയാണ് തടമ്പായിട്ട് പുറത്തെഴുന്നള്ളത്, ഭഗവാന്റെ പ്രതിനിധിയായിട്ട്. അപ്പൊ അതിന്റെ മാഹാത്മ്യം ആലോചിച്ച് നോക്കൂ. ആ തലത്തിലേക്ക് ഉദ്ധവരെ എത്തിക്കാനാണ് ഇവിടുന്ന് പറഞ്ഞു വിട്ടത്. ഭഗവാൻ സ്വയം ഭഗവാനാക്കി മാറ്റി അദ്ദേഹത്തിനെ. ജ്ഞാനയോഗത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ജ്ഞാനയോഗത്തിൽ ബൗദ്ധിക വ്യാപാരം വഴി അടിപിടിയാണ്. ഇപ്പൊ നമ്മൾ തന്നെ എത്രയോ ഫിലോസഫി പറയും. അദ്വൈതം, ദ്വൈതം, വിശിഷ്ടാദ്വൈതം, ദ്വൈതാദ്വൈതം, അത് ഇത്. കൃഷ്ണനാണോ വലുത്? കൃഷ്ണന്റെ അവതാരമാണ് വിഷ്ണു എന്ന് വരെ പറയുന്ന ഭക്തി പ്രസ്ഥാനങ്ങളുണ്ട്. കൃഷ്ണന്റെ അവതാരമാണ് വിഷ്ണു എന്ന് അവരുടെ ചിന്താഗതിയാണത്. വിഷ്ണു വെറും സംഘർഷണൻ എന്ന് പറയണ കൃഷ്ണന്റെ ഭാവാവതാരം മാത്രമാണെന്ന് പറയണ ഒരു വിഭാഗമുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാരൻ കൺഫ്യൂഷനാവും. ഇതൊന്നും അല്ലല്ലോ ഞാൻ പഠിച്ചത്. ഞാൻ പഠിച്ചത് മനസ്സിലാക്കിയതും വിഷ്ണുവിൻ്റെ അവതാരമാണ് കൃഷ്ണൻ എന്നാണല്ലോ. ഇങ്ങനെയൊക്കെ 100,000 കൺഫ്യൂഷനുകളിലാണ് നമ്മുടെ ജീവിതം പോണത്. രാമൻ, ആ മഹാത്മാവ്, ഭഗവാന്റെ ജന്മദിനാന്ന്, രാമനവമിയാണ്. ആ രാമനവമി ദിവസം നമ്മൾ ഹനുമാനെയും രാമനെയൊക്കെ ഗാനമേള നടത്തിയിട്ടും ചെണ്ട കൊട്ടിയിട്ടും ഒക്കെ ആഘോഷിക്കുന്നുണ്ട്. അവർ പറഞ്ഞതോ പഠിപ്പിച്ചിട്ടുള്ളതോ എന്തെങ്കിലും ജീവിതത്തിൽ ഇന്നേ വരെ പകർത്തിയിട്ടുണ്ടോ? ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ എന്താ ചെയ്യണത്? കർക്കിടക മാസമായ 1980 വരെ രാമായണ മാസമൊന്നും കേരളത്തിലില്ല. രാമായണം വീടുകളിൽ വായിക്കും. ശ്രീ ഭഗവതിയെ വെക്കുക ചെയ്യുക, ചേട്ടയെ അടിച്ച് പുറത്താക്കിയിട്ട്.
ഇന്ന് രാമായണ മാസം ആദ്യം തുടങ്ങും. അതിൻ്റെ തൊട്ട് മുമ്പ് വരണ പബ്ലിക്കേഷനുകളിൽ എങ്ങനെ രാമായണം വായിക്കണം, അവിടുന്ന് തുടങ്ങും കൺഫ്യൂഷൻ. ആദ്യം ഗ്രന്ഥം തുറക്കുക, അതിൻ്റെ ഇത്ര വരി തള്ളുക, ഇത്രാമത്തെ അക്ഷരം തൊട്ട് വായിച്ചു തുടങ്ങുക, അപ്പോൾ ശുഭാശുഭം അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമേ അങ്ങോട്ട് തുടങ്ങും. എങ്ങാനും തുറക്കണ പേജ് മാറി, വരി തെറ്റി, എണ്ണം തെറ്റി, കഴിഞ്ഞു. ആ മാസം മുഴുവൻ പിന്നെ നമ്മുടെ തലയിൽ നെഗറ്റീവ്. ഈശ്വര, ഭഗവാൻ എന്നെ ശപിച്ചു, എനിക്ക് ഭാഗ്യമില്ല, വല്ല ശൂർപ്പണകയുടെ ഭാഗമൊക്കെ ആയിരിക്കും ചിലപ്പോൾ തുറക്കുക. ഇതിനല്ല രാമായണം വായിക്കാൻ പറയുന്നത്. അപ്പോൾ ബുദ്ധിവ്യാപാരം കൊണ്ടുള്ള കസർത്ത് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അകത്തുള്ള ചൈതന്യത്തെ മനസ്സിലാക്കാൻ സാധിക്കില്ല, അനുഭവിക്കാനേ പറ്റുള്ളൂ. ചൈതന്യം പറഞ്ഞാൽ തന്നെ മനസ്സിന് മനസ്സിലാക്കാൻ പറ്റാത്തത് ചിത്തിന് അന്യമായതെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഭക്തിയോഗം കൊണ്ട് മാത്രമേ നമുക്ക് ഇതിനൊക്കെ ഒറ്റ ചരടിൽ കോർത്ത് നല്ല ഭംഗിയുള്ളൊരു നെക്ലസ് ആക്കാൻ പറ്റൂ. ആ നെക്ലസ് വേണം നമ്മൾ ഭഗവാന്റെ കഴുത്തിലിട്ട് കൊടുക്കാൻ. അപ്പോൾ ഭഗവാൻ അത് കുറച്ചു നേരം ഇട്ടിട്ട് നമുക്ക് തിരിച്ചിട്ട് തരും. അതാണ് സാക്ഷാത്കാരം എന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെ ഭക്തിയും ജ്ഞാനവും കർമ്മവും ഒരേപോലെ പരിശീലിക്കണവന് ഇത് മൂന്നും അന്യോന്യം പരസ്പര പൂരകങ്ങളായിട്ട് താനെ ഉള്ളിലുണ്ടായി വരും. ജാബാല സത്യകാമൻ ബ്രഹ്മജ്ഞാനിയാവണ ഒരു കഥയുണ്ട് ഉപനിഷത്തിൽ. ഞാനത് പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആവർത്തിക്കണില്ല. നിരക്ഷരനായവനെ 1000 പശു പെറ്റി പെരുകി 2000 പശു ആകുമ്പോൾ തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ഗുരുവാദം വിടുക. അക്ഷരമൊന്നും പഠിക്കണില്ല, കാട്ടിലും മേട്ടിലും അലഞ്ഞു നടന്നിട്ട് ഭഗവാൻ 9.5 വയസ്സ് വരെ അക്ഷരം അറിയില്ല. ഗുരുവായൂരപ്പന് 9.5 വയസ്സിലാണ് അക്ഷരം പഠിക്കുന്നത്. നമ്മൾ മനുഷ്യനായിട്ട് കണ്ടാൽ മതി, ഭഗവാനായിട്ട് കണ്ടാൽ നമുക്ക് അദ്ദേഹം ഭഗവാനല്ലേ, അദ്ദേഹത്തിന് അതൊക്കെ പറ്റും പറയും. ഭഗവാൻ മനുഷ്യനായിട്ട് ജനിച്ച് ജീവിച്ച് കാണിച്ചത് നമുക്ക് മാതൃകയാവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഭഗവാനെ പിടിച്ചിട്ട് എളുപ്പത്തിൽ അങ്ങോട്ട് ഭഗവാൻ ആക്കരുത്. മനുഷ്യരായിട്ട് കണ്ടാലേ അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലവും ശക്തിയും മനസ്സിലാവുള്ളൂ. അപ്പം ജാബാല സത്യാമൻ തിരിച്ചു വരുമ്പോൾ ബ്രഹ്മജ്ഞാനിയായിട്ടാണ് തിരിച്ചു വന്ന്. അദ്ദേഹം വല്ല അക്ഷരം പഠിച്ചിട്ടാ, പുസ്തകം വായിച്ചിട്ടാ, ചെടികളെയും പക്ഷികളെയും മരങ്ങളെയും ചന്ദ്രനെയും സൂര്യനെയും ഒക്കെ ഒബ്സർവ് ചെയ്ത് തന്നിലും സകല ചരാചരങ്ങളിലും ഒരു വസ്തുവുണ്ട് എന്ന് തിരിച്ചറിയണ നിമിഷം നക്ഷത്രം പോലെ തിളങ്ങുന്നവനായി മാറിയെന്നാണ് ജാബാല സത്യകാമൻ്റെ കഥ. അപ്പം ഇത് അകത്തുനിന്ന് വരേണ്ടതാ. ജ്ഞാനം വന്നു, കർമ്മം വന്നു, അതേപോലെ ഭക്തിയും വന്നു. അപ്പം ഇതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു ഭക്തൻ വിനയാന്വിതനായിരിക്കും. താൻ ഒന്നുമല്ല, മഹാശക്തി. നമ്മൾ നശ്വരമായിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ ശരീരം നശ്വരമാണ്, വളരെ നശ്വരമാണ്. നമ്മൾ ഇതൊന്നും സ്ഥായിയായിട്ടുള്ളതല്ല എന്ന് പഠിക്കേണ്ടത് എന്തിനറിയോ? നമ്മുടെ അകത്ത് അനശ്വരമായിട്ടുള്ള, ഒരിക്കലും നശിക്കാത്ത, ചിരന്തനമായിട്ടുള്ളൊരു ചൈതന്യം നമ്മുടെ അകത്തുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ശരീരവും നമ്മുടെ ഈ ജീവിതവും ഒക്കെ എത്ര മോഹങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം എന്ന് എഴുത്തച്ഛൻ എഴുതി വെച്ചത്. എല്ലാ കർക്കിടക മാസത്തിലെടുത്ത് വായിക്കണല്ലേ. ഇടിമിന്നൽ പോലെയാണെന്നാ പറഞ്ഞത്. വന്നു, മിന്നി, പോയി, കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, സ്വന്തം പേര് പോലും തലയ്ക്ക് ഇടിവെട്ടിയാലോ ഒരു ചക്ക വീണാലോ നിങ്ങൾ മറന്നു പോകും. ആ പേര് പോലും വേറെ ആൾക്കാർ തന്നതാണ് നമുക്ക്. നിങ്ങൾ ജനിച്ച ഉടനെ നിങ്ങളെ എടുത്ത് വേറൊരു വീട്ടിൽ കൊണ്ടേ കടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വീട്ടിലത്തെ ആളായിട്ടല്ലേ വളരുക. ഏതോ ഒരു മതത്തിൽ, ഏതോ ഒരു ജാതിയിൽ, ഏതോ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ, ഏതോ ഒരു പ്രത്യേകതരം വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അങ്ങനെയല്ലേ നിങ്ങൾ വളരുക. അല്ല ഞാൻ അതിനൊക്കെ അതീതനാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് അങ്ങനെ വളരണ ആള് തൻ്റെ യഥാർത്ഥത്തിൽ പ്രസവിച്ച അച്ഛനും അമ്മയും ആരാന്ന് അന്വേഷിച്ചു പോണു. ചെറുപ്പമാകുമ്പോൾ ഈ ജീവിക്കണ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ആരാണെന്നോ നമ്മളെ പ്രസവിച്ച അച്ഛനും അമ്മയും ആരാണെന്നോ അന്വേഷിക്കുന്നില്ല. നമ്മൾ കരുതുന്നു ഒരു പുരുഷനും സ്ത്രീയുണ്ട്, ഞാൻ അവരെ അച്ഛനും അമ്മ എന്നും വിളിച്ചു, അവരാണ് നമ്മളെ പ്രസവിച്ചതെന്ന്. ആ ജഗദംബികയും പരമാത്മാവിനെയും നമ്മൾ തിരിച്ചറിയാൻ അന്വേഷിക്കുന്നില്ല. ആ അന്വേഷണം ഉണ്ടാവണം. നമ്മുടെ പേര് പോലും നമ്മുടെ സ്വന്തമല്ല. പേര് പോലും പറയുകയാണെങ്കിൽ ആ വശം പറഞ്ഞു പോകണമെങ്കിൽ ഒരുപാടുണ്ട്. അപ്പം അതുകൊണ്ട് വിനയം വേണം. വിനയം ഉണ്ടാവാൻ ശരീരത്തിന് പ്രാപ്തിയുള്ള കാലത്ത് വീണ് നമസ്കരിച്ച് ഭഗവാന്റെ മുന്നിൽ, അമ്മയുടെ മുന്നിൽ നമസ്കരിക്കുമ്പോൾ ഞാൻ നമസ്കരിക്കുന്ന ആരെയും കാണുന്നുണ്ടോ, എൻ്റെ ഡ്രസ്സിൻ്റെ അറ്റം ചുളിയുന്നുണ്ടോ, എൻ്റെ കാലിൽ ഡ്രസ്സ് ചവിട്ടി ചേറാവുന്നുണ്ടോ എന്നൊന്നും നോക്കി നമസ്കരിക്കരുത്. ഇട്ടുകൊടുത്തേക്കണം. ഈ ശരീരം പോലും നിൻ്റെയാണ്, എൻ്റെ എല്ലാവരും ഇട്ടുകൊടുക്കണ പോലെ നമസ്കരിക്കാൻ സാധിക്കണം. ഇനി ശരീരം വഹിക്കണില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും നമസ്കരിക്കണം. ദയുണ്ടാവണം,
പൊറുക്കാനുള്ള കഴിവുണ്ടാവും, വൈരാഗ്യ ബുദ്ധി ഉണ്ടാവും. ഒന്നിനും ഇന്ന പോലെ വേണമെന്ന് ശാഠ്യം വരില്ല. ഇതൊന്നും നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കണ്ട. കഷ്ടപ്പെട്ടുണ്ടാക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. ചെയ്യണത് അന്നന്ന് ഭഗവാന് സമർപ്പിച്ചോണ്ടിരിക്കുക. ഒരു ജപവും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾ ജപിക്കേണ്ടെന്നല്ല പറയണതിൻ്റെ അർത്ഥം. അത്ര ലളിതമായിട്ടുള്ളൊരു മാർഗമാണ് ഭക്തിയുടെ. സമർപ്പിക്കുക, 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 ത്യജിക്കുക, ത്യജിക്കുക, ത്യജിക്കുക. ഉള്ളതേ ത്യജിക്കാവൂ, ഇല്ലാത്തത് ത്യജിക്കാൻ പറ്റില്ല. കുറേ ഉണ്ട്, അതിന്ന് ഇത്തിരി എടുത്ത് കൊടുക്കൽ ത്യജിക്കലല്ല, കൊടുത്താൽ പൊള്ളണം. അങ്ങനെ കൊടുക്കണതാണ് ത്യാഗം. അല്ലാണ്ട് ഞാൻ ലോട്ടറി കിട്ടിയ മാരംകുളങ്ങര അമ്മയ്ക്ക് സ്വർണം കൊണ്ട് ശ്രീകോവിൽ പൊതിയും, അങ്ങനത്തെ ത്യാഗങ്ങളല്ല. അതല്ല ചെയ്യണ്ട്. ഇപ്പൊ കയ്യിൽ 1 രൂപയെങ്കിൽ 1 രൂപ ഉള്ളപ്പോ, പണ്ട് ഗുരുവായൂരപ്പന്റെ കൊടിമരം സ്ഥാപിച്ചപ്പോ കൊച്ചുഅമ്മ എന്ന് പറഞ്ഞ അടുക്കള ജോലി ചെയ്തിരുന്ന ഒരു അമ്മ രാത്രി വീട്ടിൽ 3-4 വീട്ടിലെ ജോലിയും കഴിഞ്ഞിട്ട് അന്ന് കൊടിമരത്തിന്റെ ധ്വജകുണ്ടം കുഴി, കൊടിമരം ഇറക്കിയിട്ടില്ല, 54 പേരമക്കളെയും വിളിച്ചുകൊണ്ട് മുഷിഞ്ഞ് നാറിയ ആ അടുക്കളപ്പണി കഴിഞ്ഞിട്ടുള്ള ആ ഡ്രസ്സും ഇട്ട് പാവം വീട്ടിൽ ചെന്നിട്ടൊന്ന് കുളിക്കാൻ പോലെ ആ കുളത്തിലൊന്ന് ഇറങ്ങി കയ്യും കാലും കഴുകി, അമ്പലം അടയ്ക്കണതിനും അന്നൊക്കെ അമ്പലം നേരത്തെ അടയ്ക്കും, ഉള്ളിൽ ചെന്ന് ആ കുണ്ടത്തിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് ആ കുഴിയുടെ മുന്നിൽ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഭക്തര് നാണയം, രത്നങ്ങൾ, ആഭരണങ്ങളൊക്കെ ഇടും. കൊടിമരത്തിൻ്റെ താഴെ ഉണ്ടാവും. ആ അമ്മ കഴുത്തിൽ കറുത്ത് തുടങ്ങിയ ഒരു വളരെ മെലിഞ്ഞ വെള്ളിനൂലുണ്ടത്ര. ആ വെള്ളിനൂൽ ഊരിയിട്ടിട്ടത് അദ്ദേഹത്തിന്, ആ അമ്മയുടെ പൗത്രൻ പേരക്കുട്ടി മനോരമ വേണുവട്ടം പണ്ട് എൻ്റെ അടുത്ത് ഗുരുവായൂരപ്പൻ മാസികയുടെ എഡിറ്ററായിരുന്നു. ആ മഹാത്മാവ് 2 വർഷം മുമ്പ് ഗുരുവായൂരപ്പൻ ലയിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മൂമ്മയുടെ കഥയാണ് പറഞ്ഞു തന്നത്. എനിക്കൊന്നും ഓർമ്മയുണ്ട്. ആ ഊരിയിട്ട് പറഞ്ഞത്ര, എൻ്റെ ഗുരുവായൂരപ്പ എനിക്ക് തരാൻ ഇതല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ കുണ്ഠത്തിൽ സമർപ്പിച്ചു അത്രേ. ആ കൊച്ചുഅമ്മയുടെ വെള്ളിനൂൽ ഇന്നും ഗുരുവായൂരപ്പൻ്റെ കൊടിമരത്തിൻ്റെ താഴെയുണ്ട്, ഇന്നുണ്ട്. അങ്ങനത്തെ എത്രയോ ഭക്തര് ഹൃദയപുഷ്പം കൊണ്ട് സമർപ്പിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളത്. അതാ ഇതുണ്ടാക്കിയ രാമേന്ദ്രേട്ടൻ, മരപ്രഭു ഉണ്ടാക്കിയ രാമേന്ദ്രേട്ടൻ, ഇതാ ഈ പുറകിലുള്ള ചെമ്പ് കൊണ്ടുള്ള ഈ ആൽമരം ഉണ്ടാക്കിയിട്ടുള്ള രാമേന്ദ്രേട്ടൻ ആദ്യം ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോകുമ്പോൾ നിർധനാവസ്ഥയാണ്, ഒന്നും കൊണ്ടുപോകാനില്ല, കൊണ്ടുപോകാൻ പോലും ആളില്ല. ഒരാൾ കൊണ്ടുപോകുമ്പോൾ ശില്പി ആയതുകൊണ്ട് മണ്ണുരുട്ടിയിട്ട് ഒരു ജപമാല പോലെ ഉണ്ടാക്കിയിട്ട് ഒരു വാഴയിലക്കീറിൽ വെച്ചിട്ട് ഗുരുവായൂരപ്പൻ്റെ സോപാനത്തിൽ വെച്ച് തൊഴുതു. എനിക്ക് വേറെ ഒന്നും തരാനില്ല അവർക്ക്. ഏതാനും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിനെ ഗുരുവായൂരപ്പൻ വിളിച്ചു, നമ്മളിന്ന് കാണുന്ന മരപ്രഭു എന്ന് പറയുന്ന ശില്പം മണ്ണിലുണ്ടാക്കാൻ. അതാണ് ഭഗവാന്റെ സ്നേഹം എന്ന് പറയുന്നത്. ഭഗവാന്റെ സ്നേഹത്തിനെ പുറത്തറിയല്ല വേണ്ട, അകത്തറിയ വേണ്ട. അതൊരു ക്ഷേത്രത്തിൽ പോയിട്ട് അറിയല്ല വേണ്ട, സകല ചരാചരങ്ങളിലും അറിഞ്ഞാൽ അതാണ് ഭക്തിയുടെ സാധന എന്നാണ് ഇവിടെ പഠിപ്പിച്ചത്. അങ്ങനെ ചെയ്യണവന് ഭക്തി മോക്ഷപ്രാപ്തിക്ക്. എന്താ ഭക്തിയിൽ? ഭക്തിയും മോക്ഷവും ശരിക്കും ഒന്നാ. ഭക്തി സംഭവിച്ചാൽ അവിടെ മോക്ഷമായി. അതുവരെ അത് ആരാധനയാണ്. അതുവരെ അത് ആരാധനയാണ്. വർഷിപ്പ് ബിക്കംസ് ഡിവോഷൻ. And the moment it becomes devotion, it is equal to liberation. ഒരു സംശയവും വേണ്ട. ഈ ലിബറേഷൻ അഥവാ മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോകത്തിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള രക്ഷപ്പെടൽ എന്നല്ല അർത്ഥം. ഇതുമായിട്ടുള്ള നമ്മുടെ ഒട്ടലുകളിൽ നിന്നുള്ള രക്ഷപ്പെടലാണ്. വന്നോ വന്നു, ആയിക്കോട്ടെ. പോയോ പോയിക്കോട്ടെ. അതും ഭഗവാന്റെ ഇച്ഛ, പോയതും ഭഗവാന്റെ ഇച്ഛ, എല്ലാം ഭഗവാന്റെ ഇച്ഛ എന്ന് പറഞ്ഞു കൊടുക്കലാണത്. അങ്ങനെ വരുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം അതാക്കി മാറ്റുക. അതാണ് ശരിയായ അനുഗ്രഹം. ഭഗവാനാക്കി മാറ്റുകയാണ് നമ്മളെ. അത് പുറത്തുനിന്ന് വന്നിട്ട് നമ്മളെ ചെത്തിമിനിക്ക് ആക്കുമൊന്നുമല്ല. അകത്തന്നെ ഉള്ളതിനെ നമ്മൾ പുറത്തുള്ള ചെളി കഴുകിക്കളയണു. ഇത്രയേ ഉള്ളൂ. ഇത് ലഭിക്കും. അത് വരുന്നതോട് കൂടിയിട്ടാണ് പൂർണ്ണാനുഗ്രഹം സംഭവിക്കുന്നത്. പൂർണ്ണപ്രജ്ഞം എന്ന് പറയും. ഈശ്വരനായിട്ട് വിളങ്ങുന്ന ബുദ്ധിയോട് കൂടിയിട്ട്, ബോധം മാത്രമായിട്ട്, ഉറങ്ങിയോ ഉണർന്നോ കുളിച്ചോ ഭക്ഷണം കഴിച്ചോ ഇതൊന്നും വിഷയമല്ല. സദാ ആനന്ദം. ഭട്ടതിരി പറഞ്ഞ സാന്ദ്രാനന്ദം, പരമാനന്ദ സന്തോഷ ലക്ഷ്മി. തിയറി, പ്രാക്ടിക്കല് അതവിടെ കിട്ടും. അപ്പൊ ഭക്തിയുടെ അധീശത്വം, ഭക്തിയുടെ മഹിമ പറയും. എത്ര എളുപ്പത്തിൽ ഭക്തി നമുക്ക് ആക്സസിബിൾ ആണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമാണ് ഈ പറഞ്ഞ വിദ്യ ചെയ്യാൻ. രാവിലെ എഴുന്നേറ്റ് ഉണർന്ന ഉടനെ, ഭഗവാനെ വളരെ നന്ദി, ഞാൻ ജീവനോടുണ്ടല്ലോ. നമ്മളിൽ എത്ര പേർക്ക് ഉറപ്പ് പറയാൻ പറ്റും നാളെ രാവിലെ ഉറങ്ങിയിട്ട് എണീക്കും നമ്മളെന്ന്?
എത്ര പേർക്ക് ഉറപ്പ് പറയാൻ പറ്റും? നമ്മൾ അങ്ങോട്ട് വിചാരിക്കണം ഇതങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും ദിവസവും എന്നാ. അത് തിരിച്ചറിവ് വരലാണ് ഏറ്റവും വലിയ വിനയം. എന്നിട്ട് പ്രവർത്തിക്കണം. ഇതിപ്പോൾ നമ്മളൊക്കെ കൊണ്ട് നടക്കുന്ന ഫോണാണ്, ഐഫോൺ. എല്ലാവർക്കും ഒരു ഐഫോൺ, ഐപാഡ്. ഇതിൻ്റെ ഒക്കെ ഒരു ഉപജ്ഞാതാവുണ്ട്, സ്റ്റീവ് ജോബ്സ് എന്ന് പറയും. സന്യാസിയെ പോലെ ജീവിച്ച ആൾ. 51 വയസ്സിൽ അദ്ദേഹം ശരീരം വിട്ടു. ഞാൻ അങ്ങനെ പറയാം, മരിച്ചു എന്ന് പറയാറില്ല, ശരീരം വിട്ടു. ഒരു കണ്ണാടി കഷ്ണത്തിൽ ഇങ്ങനെ വെറ്റില ചുണ്ണാമ്പ് തേക്കണമാതിരി തേച്ച് കഴിഞ്ഞാൽ നമ്പറും ചിത്രങ്ങളും ഒക്കെ കാണാൻ പറ്റുന്ന ചിന്തിച്ചുണ്ടാക്കണമെങ്കിൽ ഒരു തല വേണം. ശുദ്ധ വെജിറ്റേറിയൻ ആയിരുന്നു, പാലിന്റെ ഉൽപ്പന്നങ്ങൾ പോലും കഴിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ രീതി എന്തായിരുന്നു എന്ന് വെച്ചാൽ, അദ്ദേഹം ഹനുമാൻ ഉപാസകനായിരുന്ന നീം കരോളി ബാബയുടെ സമാധിയിൽ വന്നു. അപ്പൊ നീം കരോളി ബാബ പലർക്കും ആപ്പിൾ കടിച്ചിട്ടാ കൊടുക്കുക പ്രസാദമായിട്ട്. ഹനുമാൻ സ്വാമി അങ്ങനെയാണല്ലോ, എന്തും കടിച്ചു നോക്കിയിട്ടേ കൊടുക്കുള്ളൂ. വളരെ സ്വഭാവം കാണിക്കും. സ്വാമിയെ ഓർക്കേണ്ട ദിവസമാണ്, അദ്ദേഹത്തിന്റെ നാഥന്റെ ദിവസമാണ്. ആ ആഞ്ജനേയ സ്വാമി പഴങ്ങൾ കടിച്ചു നോക്കിയിട്ട് കൊടുക്കും. ശബരിയൊക്കെ ശ്രീരാമസ്വാമിക്ക് കൊടുത്ത അങ്ങനെയാണ്, കടിച്ചിട്ട്. അതുപോലെ നീം കരോളി ബാബ കൊടുക്കും. നീം കരോളി ബാബ സമാധിയായി ഉണ്ടായിരുന്നു സ്റ്റീവ് ജോബ്സ് ചെറുപ്പത്തിൽ ഇന്ത്യയിൽ വരുമ്പോഴേക്കും. പക്ഷെ ആ സ്ഥലത്ത് ചെന്നപ്പോൾ ഈ കഥ കേട്ടു. അതുകൊണ്ട് നീം കരോളി ബാബ കടിച്ച ആപ്പിൾ, ഒരു ഭാഗം കടിച്ച ആപ്പിളാണ് ഇന്നും ആപ്പിളിന്റെ ലോഗോ. ആപ്പിൾ കമ്പ്യൂട്ടറിന്റെ, ഐഫോണിന്റെ ഒക്കെ ലോഗോ എന്താ? ഒരു വശം കടിച്ച ആപ്പിളാണ്. ആ മഹാത്മാവ് ദിവസം രാവിലെ കണ്ണാടർ മുന്നിൽ പോയി നിന്നിട്ട് പറയും, ഇന്ന് എൻ്റെ അവസാനത്തെ ദിവസമാണ് എന്ന് പറഞ്ഞിട്ടാണ് ജോലിക്ക് ഇറങ്ങണത്. ചെയ്യാവുന്ന മാക്സിമം ഒന്ന് ചെയ്യും. അന്ന് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നാളെ രാവിലെ ഞാൻ എണീക്കുമെന്നറിയില്ല, ഇന്നത്തെ എൻ്റെ കർമ്മങ്ങൾ മുഴുവൻ ഞാനിതാ സമർപ്പിക്കണമെന്ന് പറഞ്ഞ് കിടക്കും. രാവിലെ എണീക്കണോണ്ട് നന്ദി, ഒരു ദിവസം കൂടെ തന്നല്ലോ. അജാമളന് സെക്കൻഡ് ചാൻസ് കിട്ടിയ പോലെയാണ്. നാരായണനാമം ചൊല്ലി പ്രാണൻ തിരിച്ചു കിട്ടി. ഉടനെ മോക്ഷമൊന്നും കൊടുത്തില്ല. ഹരിദ്വാരത്തിൽ പോയി തപസ് ചെയ്തു, തിരിച്ചുപോയി. നോക്കൂ, ഓരോ ദിവസവും രാവിലെ നമ്മൾ എണീക്കുന്നത് നന്നാവാനുള്ള ഒരു ചാൻസാ, കളയരുത്. ആ ചാൻസാണ് കപിലൻ ഇവിടെ പറയണത്. ഭക്തി എല്ലാവരിലും ആക്സസിബിൾ ആണ്. ഇതിന് വലിയ കഷ്ടപ്പാട് ഇല്ല. ചെറിയ 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 പ്രവർത്തികളിൽ കൂടെ നിങ്ങൾ മറ്റുള്ളവരെ ദ്വേഷിച്ചിട്ട് കുറെ നാമം ചൊല്ലിയതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. കലിയുഗത്തിൽ നാമം ചൊല്ലിയാൽ മതി, നിങ്ങൾക്ക് വളരെ എളുപ്പം മോക്ഷം കിട്ടുന്ന പറയും. അങ്ങനെയല്ല. ആ നാമം ചൊല്ലുന്നതിന് ഒരു സമർപ്പണം ആവശ്യമുണ്ട് അകത്ത്. അതാദ്യം നിത്യജീവിതത്തിൽ കാണിക്കണം. വെറുത്തിട്ട് ചായ ഉണ്ടാക്കിയിട്ട് എന്നാ എടുത്തോ എന്നും പറഞ്ഞിട്ട് ചായ എറിഞ്ഞു കൊടുക്കുകയും എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് നിങ്ങൾ നാരായണ ജപിക്കുകയും ചെയ്തിട്ട് കാര്യമില്ല. അവനവൻ വ്രതം എടുക്കുമ്പോൾ കുടുംബത്തിൽ വയ്യാത്ത ആൾക്കാർക്ക് ഞാൻ ഇന്ന് ഏകാദശിയാണ്, നിങ്ങളും കഴിക്കണ്ട, നിങ്ങൾ പട്ടിണി കിടക്കണം എന്ന് പറഞ്ഞിട്ട് കിടത്തുന്ന ആൾക്കാരുണ്ട്. വയ്യാത്ത ആൾക്കാരെ വിശന്നിരിക്കണ്ടാവും അവർ. ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ ഉപാസന കൊണ്ട് കുടുംബത്തിലോ സമൂഹത്തിലോ മറ്റോ ഒരാൾക്ക് പോലും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ഉപാസന ആദ്യം ആന്തരിക ആവണം, എന്നിട്ടേ ബാക്കിയായിട്ട് എന്ത് കാട്ടിക്കൂട്ടിയിട്ടും കാര്യമുള്ളൂ. പിന്നെ എല്ലാ വസ്തുക്കളിലും ഈശ്വരനെ കാണുക. വെറുതെ വിഷ്ണു സഹസ്രനാമം ചൊല്ലും എല്ലാവരും. ഓം വിശ്വം വിഷ്ണു, ഒന്നാമത്തെ വരിയിൽ തന്നെയുണ്ട് ഓം എന്ന് കഴിഞ്ഞാൽ വിശ്വം എന്നാ പറയണത്. ഈ പ്രപഞ്ചം അതാണ് നിന്റെ വിഗ്രഹം. ഭഗവാന്റെ ഉപചാരമന്ത്രത്തിൽ, ഗുരുവായൂരപ്പന്റെ ഉപചാരമന്ത്രത്തിൽ പറയും, നമസ്തേ വിശ്വഭാവന, വിശ്വത്തെ ഭാവന ചെയ്യണവനെ. ഈ യോഗനിദ്ര എന്ന് പറഞ്ഞാൽ അതാണ്, തന്നെ തന്നെ സകല വസ്തുക്കളിലും കാണുക എന്നുള്ളതാണ് യോഗനിദ്ര. ഭഗവാൻ അങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, തന്നെ തന്നെ സകല വസ്തുക്കളിലും കാണുക. ഇതാണ് നമ്മൾ ഗൃഹസ്ഥന് പറ്റിയ മാർഗം. രാവിലെ എഴുന്നേറ്റ് കാര്യങ്ങൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ജോലി സ്ഥലത്ത് എല്ലാറ്റിലും ഭഗവാനെ, ചൈതന്യത്തെ കാണുക, ചൈതന്യത്തെ കാണുക, ചൈതന്യത്തെ കാണുക. അങ്ങനെ പരിശീലിച്ച് 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 വരുമ്പോൾ ശിവന്റെ വഴിയിലേക്ക് എത്തും. ശിവൻ എല്ലാറ്റിനെയും അടക്കി അകത്ത് ഒരു പോയിന്റിൽ കാണുന്ന ആളാണ്. മഹാദേവന്റെ വഴിയിലേക്ക് എത്തും. അപ്പോഴാണ് ഈ കണ്ട വസ്തുക്കളിലൊക്കെയുള്ള ആത്മാവ് ഞാൻ, ആത്മാവ് തന്നെ ശിവോഹം എന്ന് തിരിച്ചറിയാം. പുറത്ത് സകലതും നാരായണാത്മകമായിട്ട് കാണണം. അങ്ങനെ കണ്ടു പരിശീലിച്ചാൽ ശിവോഹം എന്ന് മനസ്സിലാവും. അല്ലാണ്ട് ശിവം വലുതാണോ നാരായണം വലുതാണോ കൃഷ്ണൻ വലുതാണോ പറഞ്ഞിട്ട് തമ്മിൽ തല്ലിക്കൊണ്ടിരുന്നിട്ട് എവിടെയും എത്തില്ല. മദ്ദളം കൊട്ടിയിട്ടോ ഭജന പാടിയിട്ടോ പുസ്തകം വായിച്ചിട്ടോ നമ്മൾ എവിടെയും എത്തില്ല. ഇനിയുള്ള കാലത്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും നമ്മൾ പറയേണ്ടതുമാണ് ലളിതമായ മാർഗം. ഈശ്വരനും നമ്മുടെ ഇടയിലുള്ള ഇടനിലക്കാരെ മുഴുവൻ അടിച്ച് പറപ്പിച്ച് കളഞ്ഞേക്കണം. ഇതിൻ്റെ ഇടയിൽ ഇടനിലക്കാരില്ല, ഈശ്വരനകത്താണ്. ആ ഭഗവാനെ നിങ്ങൾക്ക് ഗുരുവായൂരപ്പനോ കാളിയെന്നോ മൂകാംബിക എന്നോ ശ്രീപരമേശ്വരനോ വൈക്കത്തപ്പൻ ഏറ്റുമാനൂരപ്പൻ എന്ത് വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോ. ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ഭഗവാനെ സമർപ്പിക്കുന്നവൻ, സ്വയം സമർപ്പിക്കുന്നവൻ ഒരിക്കലും കെട്ടുപാടുകളിൽ പെടുന്നില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു കൊടുക്കണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 32-ാമത്തെ അധ്യായം ഭക്തിയോഗത്തിനെ അങ്ങോട്ട് വിസ്തരിച്ച് പറയലാണ്. ഒരു തരത്തിൽ കപില മഹർഷി അതിനെ അങ്ങോട്ട് ചുരുക്കി പറയുകയാണെന്ന് നമുക്ക് തോന്നും. അമ്മയുടെ അടുത്ത് നമ്മൾ പറയില്ലേ, പോകാൻ അധികം ടൈമില്ല, അരമണിക്കൂറേ ഉള്ളൂ, അതുകൊണ്ട് വേഗത്തെ അമ്മയെ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും അത് അത്രയും അഗാധമായ തലങ്ങളുള്ളതാണ്. ധാരാളം മനനം ചെയ്യുക. ഒരു വരിയെങ്കിലും ഒരു വരി ഭാഗവതമൊക്കെ അർത്ഥം വെച്ച് വായിച്ച് പഠിക്കുന്നവർ കപിലോപദേശമൊക്കെ ഓരോ വരിയും കഷ്ടപ്പെട്ടിട്ട് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് വായിക്കുകയൊന്നും വേണ്ട. ഒരു വരിയുടെ അർത്ഥം അത് നന്നായി മനസ്സിലാക്കുക. എന്നിട്ട് ജീവിതത്തിൽ 1 മണിക്കൂർ 1 മിനിറ്റെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് ഭഗവാൻ സന്തോഷിക്കുക. നിങ്ങൾ 10 കിലോ വെണ്ണ കൊടുക്കണേക്കാട്ടിലും, ഒരു 20 പട്ട് കൊണ്ട് കൊടുക്കണേക്കാട്ടിലും, കുറേ തുളസിമാല കൊണ്ട് കൊടുക്കണേക്കാട്ടിലും ഭഗവാന് സന്തോഷം. ഭഗവാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഒരു അരനിമിഷമെങ്കിലും ജീവിതത്തിൽ പ്രാവർത്തിയാക്കി കാണിച്ച ആ ഭഗവാന്റെ കണ്ണിന്ന് ആനന്ദക്കണ്ണീര് വരും. എൻ്റെ കുട്ടി ഞാൻ പറഞ്ഞത് കേട്ടല്ലോ എന്ന് സന്തോഷിക്കും. നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ പൊന്നു ഗുരുവായൂരപ്പന് ആ ഭഗവാൻ പറഞ്ഞത് എന്തെങ്കിലും അനുസരിക്കുക എന്നുള്ളതാണ്. എന്തിനാണത് നമ്മൾ അനുസരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ആ ഗുരുവായൂരപ്പനെ നമ്മുടെ അകത്തുണർത്താൻ വേറെ മാർഗമില്ല. ഇത്രയും ഞാനിതിൻ്റെ ഒരു ചാറ് മാത്രം എടുത്തിട്ടാണ് പറഞ്ഞത്, കൂടുതലൊന്നും ഞാൻ വിസ്തരിച്ചിട്ടില്ല. ശ്ലോകമായിട്ടൊന്നും പറയാൻ നമുക്ക് സത്രവേദികളിൽ സമയം കിട്ടില്ല. അത് കഴിഞ്ഞ് 33-ാമത്തെ അധ്യായത്തിൽ ആ അമ്മയ്ക്ക് മനസ്സിലായി, മകൻ പറഞ്ഞു തന്നതിൻ്റെ അടിസ്ഥാനം മനസ്സിലായി. വേദാന്തത്തിൻ്റെ ചാറെടുത്തു കൊടുത്തു, സാങ്ക്യത്തിൻ്റെ ചാറെടുത്തു കൊടുത്തു, ഭക്തിയുടെ അടിസ്ഥാനമൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് ഈ കഥ വിതുരന് മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. ശുഗൻ പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൻ്റെ ഉള്ളിൽ ഫ്ലാഷ് ബാക്കാണ് ഭാഗവതം. മൈത്രേയൻ വിതുരന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ തീർത്ഥാടന കാലത്ത് ദേവഹൂതിയുടെ മനസ്സ് ഉണർന്നു. 1-ാമത്തെ ശ്ലോകം തൊട്ട് 8-ാമത്തെ ശ്ലോകം വരെ ആ ശ്രവണം കൊണ്ടുണ്ടായിട്ടുള്ള ശ്രവണം കീർത്തനം വിഷ്ണു അങ്ങനെയാണ് തുടങ്ങണത്. നമ്മൾ കേൾക്കണം. നമ്മൾ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ അമ്മയോ അച്ഛനോ പറഞ്ഞു തരും, ദാ അമ്പാട്ടി, ദാ ഗുരുവായൂരപ്പൻ, ദാ അമ്മ കാളി, ഇങ്ങനെ കാണിച്ചു തന്നും പറഞ്ഞു തന്നും ചെവി കേട്ടു. കാരണം കൊച്ചു കുഞ്ഞാവുന്ന സമയത്ത് കാഴ്ച പോലും ശരിക്കുണ്ടാവില്ല, കേട്ടിട്ടാ പഠിക്കണത്. പ്രഹ്ലാദൻ ഗർഭത്തിൽ കേട്ടിട്ടാ പഠിച്ചത്. രുക്മിണി ആരോ പറഞ്ഞ് കേട്ടിട്ടാണ് കൃഷ്ണനെ കുറിച്ച് അറിഞ്ഞത്. തമ്മി കാണുന്നത് തേരിൽ വലിച്ചു കയറ്റുമ്പോഴാണ് ഇങ്ങനെ, അപ്പോഴാണ് മുഖത്തോട് മുഖം കാണുന്നത്. അവർ അതുവരെ കണ്ടിട്ടില്ല. അന്ന് വാട്സപ്പില്ല, ഫേസ്ബുക്കില്ല. കല്യാണം നിശ്ചയിച്ചു, ഇവർ ഫോൺ വിളിക്കാൻ പറ്റില്ല, വീഡിയോ കോൾ വിളിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാണാത്തൊരാളെ പ്രണയിച്ചു, കേട്ടിട്ട് മാത്രം. ശ്രവണം കൊണ്ട് ഭഗവാനെ കിട്ടിയ ആള് ആരാന്ന് ചോദിച്ചാൽ ഫസ്റ്റ് രുക്മിണിയെ പറയണ്ട്. ശരിക്കും ആ ജീവന്റെ പ്രതീകമായിട്ടുള്ള രുക്മിണി, ആ അമ്മയുടെ സാക്ഷാത്കാരം, ജീവൻ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചത് കൊണ്ടാണ് നമ്മൾ രുക്മിണി സ്വയംവരം ആഘോഷിക്കുന്നത്. വേറെ ഭഗവാന്റെ എത്രയോ കല്യാണങ്ങളുണ്ട് ഭാഗവതത്തിൽ, അതൊന്നും ആഘോഷിക്കുന്നില്ല. നമ്മൾ ആകെ ആഘോഷിക്കുന്നത് രുക്മിണി സ്വയംവരം. അതിന് കാരണം ഇതാണ്, ജീവൻ ബ്രഹ്മത്തിൽ ലയിച്ചതാണ്. അപ്പൊ ഇവിടെ ദേവഹൂതിയുടെ മനസ്സിന്റെ കന്മഷമൊക്കെ പോയി. ശ്രവണം കൊണ്ട് തൻ്റെ പുത്രൻ എന്നുള്ള ഭാവം വിട്ടിട്ട് നോക്കൂ, ഇങ്ങനത്തെ മക്കളെ അച്ഛനമ്മമാരെ യഥാർത്ഥത്തിൽ പും എന്ന് പറഞ്ഞ നരകത്തുനിന്ന് രക്ഷിക്കണത്. പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താ? പും എന്ന് പേരുള്ള നരകത്തുനിന്ന് രക്ഷിക്കണവൻ പുത്രൻ. ഇങ്ങനത്തെ മക്കളുണ്ടാവാൻ പ്രാർത്ഥിക്കണം. നല്ല മക്കളുണ്ടായാലേ നല്ല ആചാര്യന്മാരുണ്ടാവുള്ളൂ, എന്നാൽ മാത്രമേ ധർമ്മം നിലനിൽക്കുള്ളൂ. നല്ല മക്കളുണ്ടായാലേ നല്ല ആചാര്യന്മാരുണ്ടാവുള്ളൂ. ദേവഹൂതിക്ക് അങ്ങനെ ഒരു മഹാഭാഗ്യം ഉണ്ടായി, കർദമനും ദേവഹൂതിക്കും. ഭഗവാൻ സ്വയം ജനിച്ചു. അതുകൊണ്ട് തൻ്റെ മകൻ പറഞ്ഞു തന്നത് എത്ര ഉയർന്ന തത്വമാണെന്നുള്ള വിനയത്തോടു കൂടി തൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ മാർഗം തുറന്നിരിക്കണു എന്ന് മനസ്സിലായിട്ട് ഒരു ഹർഷമുണ്ടായി ആ അമ്മയ്ക്ക്. അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി. അതാണ് ദേവഹൂതര സ്തുതി. ദേവഹൂതര സ്തുതി വായിക്കുന്നത് മനസ്സിന് തെളിച്ചുണ്ടാവാൻ വളരെ വിശേഷമാണ്. ഭാഗവതത്തിലെ ദേവഹൂതര സ്തുതി. ഗജേന്ദ്രമോക്ഷം അതുപോലെ അഹങ്കാരം നശിക്കാൻ ഗജേന്ദ്രമോക്ഷം വായിക്കുന്നത് വളരെ വിശേഷമാണ്. ഗജേന്ദ്രൻ അഹങ്കാരസ്വരൂപിയാണ്. വാസനകൾ നശിക്കാൻ ഏറ്റവും വിശേഷം വൃത്രാസുരന്റെ സ്തുതിയാണ്. അഹം ഹരേ എന്ന് പറഞ്ഞ് തുടങ്ങും വൃത്രാസുരൻ. കാരണം വൃത്രാസുരൻ വെച്ചാൽ വാസനകളാണ്. അവനെ മനസ്സാകണ ഇന്ദ്രനെ നശിപ്പിക്കണമെങ്കിൽ തപസ്സാകുന്ന വജ്രം വേണം. അത് എങ്ങനെയുള്ള ഗുരുനാഥനെ? എൻ്റെ ശരീരം തന്നെ എടുത്തോ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു ഗുരുനാഥനെ കിട്ടണം.
അപ്പോഴാണ് ദധീചി മഹർഷിയുടെ യാസ്തികൂടം എടുത്തിട്ട് വജ്രം ഉണ്ടാക്കുക, എന്നാലേ വൃത്രനെ കൊല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ സകല ഭൂതങ്ങളും പഞ്ചഭൂതങ്ങളും അതേപോലെ ഇന്ദ്രിയങ്ങളും ആ ഗുണങ്ങളും സത്വരജസ്തമോ ഗുണങ്ങൾ ഇതിനൊക്കെ അധിഷ്ഠാതാവായിട്ടിരിക്കുന്ന സകല സൃഷ്ടിയുടെയും അടിസ്ഥാനമായിരിക്കുന്ന പരബ്രഹ്മമേ എന്ന് പറഞ്ഞിട്ട് സ്വന്തം മകനെ സ്തുതിക്കുകയാണ് അമ്മ. ഒരമ്മ എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ പ്രതീകമാണ്. ആ അമ്മ സൃഷ്ടിയുടെ അടിസ്ഥാനത്തിനെ സ്തുതിക്കലാണ് ദേവഹൂതി സ്തുതിയുടെ 1-ാമത്തെ ശ്ലോകം. നമുക്ക് വിസ്തരിക്കാൻ സമയമില്ല, അത് മാത്രം പറയാം. നമുക്ക് ഇരുന്നിട്ട് കുറച്ച് നേരം നല്ല രസമാണ്, അങ്ങനെ ഉള്ളിൽ തെളിഞ്ഞു തെളിഞ്ഞു വരും, സംശയങ്ങളൊക്കെ തീരും. സത്വത്തിനും രജസ്സിനും തമസിൻ്റെയും അനുസ്യൂതമായിട്ടുള്ള ഒഴുക്കുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ സകല സൃഷ്ടി സ്ഥിതി സംഹാര തിരോധാന അനുഗ്രഹങ്ങൾ പഞ്ചകൃത്യങ്ങൾ ലളിതാ സഹസ്രനാമത്തിൽ പറയും പഞ്ചകൃത്യ പരായണ. ഇത് നിർബാധം ചെയ്തുകൊണ്ടിരിക്കുന്ന, എന്നാൽ അതുമായിട്ട് യാതൊരു ബന്ധവും വെക്കാണ്ട് വേറിട്ട് നിൽക്കുന്ന ആ ബ്രഹ്മം തന്നെയാണ് നീ എൻ്റെ മകനെ ഈ ശരീരം എടുത്തു വന്നിരിക്കണത് എന്ന് പറയണു. ഇതൊക്കെ സ്തുതിയിൽ വരണതാണ്. 3-ാമത്തെ ശ്ലോകത്തിൽ അത് വരിക. 4-ാമത്തെ ശ്ലോകത്തിൽ അമ്മ പറയുക മായയുടെ വൈചിത്ര്യം എന്നല്ലാണ്ട് എന്താ പറയുക, ശ്രദ്ധിച്ചു കേട്ടോളൂ. മായയുടെ ഏറ്റവും വലിയ വൈചിത്ര്യം നമ്മൾ പറയേ എന്താ അല്ലേ മായ, ഇങ്ങനെയും മായയുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആ അമ്മ ചോദിക്കുക, പ്രപഞ്ചത്തിനെ മുഴുവൻ ഗർഭത്തിൽ വെച്ചവനെ നീ എൻ്റെ ഗർഭത്തിൽ ജനിച്ചല്ലോ എന്ന്. ഇതിലിപ്പരം വലിയൊരു മായയുണ്ടോ ഈ ലോകത്തില്? പ്രപഞ്ചത്തിനെ മുഴുവൻ വയറ്റിൻ്റെ ഉള്ളിൽ വെച്ചവനാരാ? ദാമോദരൻ. പ്രപഞ്ചത്തിനെ മുഴുവൻ വയറ്റിൽ സൂക്ഷിക്കണവൻ ഹിരണ്യഗർഭൻ, വേദമൂർത്തി ഭഗവാൻ ഗുരുവായൂരപ്പൻ. ആ ഭഗവാൻ എൻ്റെ വയറ്റിൽ ജനിച്ചല്ലോ. ഇത് തന്നെയാണ് പുരന്ദരദാസൻ ജഗതോദ്ധാരണ അടിശീതള യശോദ എന്ന് പറഞ്ഞ് പാടിയത്. പ്രപഞ്ചത്തിനെ ഉദ്ധരിക്കണവൻ്റെ കൂടെ മിറ്റത്തെ മണ്ണിൽ യശോദ കളിക്കണമെന്ന്. അപ്രമേയൻ, ഒരു വിഷയത്തിലും പെടുത്താൻ പറ്റാത്തവൻ, എല്ലാറ്റിനും അതീതനായിട്ടുള്ളവൻ, അണോരണീയൻ, കടുകിനെക്കാട്ടിലും ചെറുതാവാൻ സാധിക്കുന്നവൻ, അല്ലെങ്കിൽ ചെറിയ വസ്തുക്കളിൽ പോലും ഉള്ളവൻ, മഹതോ മഹീയൻ, എത്രയോ വലിപ്പത്തിലിരിക്കുന്നവൻ, അവൻ്റെ കൂടെ മണ്ണിൽ കളിക്കണു യശോദ. യശോദയുടെ മഹത്വം അവിടെ മനസ്സിലാവുക. ആ യശോദയ്ക്ക് തുല്യം, അതിഥിക്ക് തുല്യം, ദേവകിക്ക് തുല്യം ഒരു കഥാപാത്രത്തിനെ നമുക്ക് ഭാഗവതത്തിൽ കാണാൻ പറ്റുമെങ്കിൽ അത് ഈ അമ്മയാണ്. ഈ മകനെ പ്രസവിച്ച അമ്മയാണ്, ഈ ദേവഹൂതിയാണ്. ആ അമ്മ പറയാ 4-ാമത്തെ ശ്ലോകത്തിൽ, പ്രപഞ്ചത്തെ ഉദരത്തിൽ കൊണ്ട് നടക്കണവനെ നീ എൻ്റെ ഉദരത്തിൽ ഊറിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നു. അതിനുശേഷം ഭക്തിയെ സ്തുതിക്കുന്നു. ചണ്ഡാളന് പോലും, അതായത് ദുഷ്കർമ്മങ്ങൾ ചെയ്യണ പോലും നാമം ഉച്ചരിച്ചു കഴിഞ്ഞാൽ മോക്ഷത്തെ നീ കൊടുക്കണമല്ലോ, നാമം കൊണ്ട് നീ അവനെ ഉദ്ധരിക്കണമല്ലോ. 6-7 ശ്ലോകങ്ങളിൽ പറയണു. അതിനുശേഷം പറയണു, എന്തു തപസ് ചെയ്താലും, എവിടെ കേട്ടാലും, യജ്ഞങ്ങൾ നടത്തിയാലും, തീർത്ഥസ്നാനം ചെയ്താലും നിന്റെ നാമം സ്മരിച്ചില്ലെങ്കിൽ, നിന്നെ ഓർത്തില്ലെങ്കിൽ അതൊക്കെ വിഫലല്ലേ എന്ന് സൂചിപ്പിക്കുന്നു. അതിനുശേഷം ഭക്തി എല്ലാവർക്കും ഉള്ളതാണ്. അത് ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രമുള്ളതല്ല, അതിൽ ഇടനിലക്കാരില്ല. ഭഗവാനും നമ്മളും ഇടനിലക്കാരാരുമില്ല. എന്തിന് ഭഗവാനും ഞാനും എന്ന് പറയണത് പോലും ഭക്തിയുടെ കാഴ്ചപ്പാടിൽ വിഡ്ഢിത്തരമാണ്. ഞാനും എൻ്റെ മൂക്കും കൂടി കല്യാണത്തിന് പോയോ എന്ന് ആരെങ്കിലും ചോദിക്കുമോ? അല്ലെങ്കിൽ പറയോ? ഞാൻ എപ്പോഴും പറയാറുള്ളൊരു എക്സാമ്പിൾ അത്, സ്ഥിരം കേൾക്കണവർ ക്ഷമിക്കുക. ഞാനും എൻ്റെ മൂക്കും കൂടി കല്യാണത്തിന് പോയി എന്ന് പറയോ? ഞാനും എൻ്റെ മൂക്കും കൂടി സപ്താഹം കേൾക്കാൻ പോയി എന്ന് പറയോ? പറയില്ലല്ലോ. അതുപോലെയാണ് ഞാനും ഭഗവാൻ എന്ന് പറയണത് തന്നെ. ഭഗവാനേ ഉള്ളൂ, ഞാനില്ല. പ്രപഞ്ചമില്ല, ഭഗവാനേ ഉള്ളൂ. കാണായ സമസ്തം ഭഗവാൻ. ഇതില്ല, ഇതൊക്കെ നശ്വരം, മായ എന്നൊക്കെ പറഞ്ഞതിന് മുമ്പ് ഇതും ഭഗവാനാണെന്ന് അങ്ങോട്ട് ഉറപ്പിക്കുക. പിന്നെ ഈ കാണാവുന്ന വ്യത്യാസങ്ങളൊന്നുമില്ല. നാമവും രൂപവും കൊണ്ടാണ് ഇതൊക്കെ നിൽക്കുന്നത്. കാണാൻ ഒരാകൃതി, അതിനൊരു പേര്. ഇതിനെ ആലിന്ന് വിളിക്കണു, ഇതിനെ മൈക്ക് എന്ന് വിളിക്കണു, അതിനെ സ്പീക്കറെ വിളിക്കണു, ഇത് ഭഗവാന്റെ അർച്ചാവതാരമൂർത്തികളായിട്ടുള്ള പ്രതിമകളെന്ന് വിളിക്കണു. ഇതൊക്കെ നാമവും രൂപമാണ്. ഈ നാമവും രൂപവും പോയി കഴിഞ്ഞാൽ പിന്നെയും 3 അവശേഷിക്കും: സത്തും ചിത്തും ആനന്ദും. സച്ചിദാനന്ദം അവശേഷിക്കും. അതിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്യേണ്ടത്. അവസാനം അമ്മ നമസ്കരിച്ചിട്ട് പറയാണ്, മകനെ എനിക്ക് മാർഗനിർദ്ദേശം നീ തന്നു, സാക്ഷാത്കാരത്തിനായിട്ട് അനുഗ്രഹിക്കണം എന്നുള്ള സങ്കല്പത്തോട് കൂടിയിട്ട് ആ മകനെ നമസ്കരിക്കുമ്പോൾ അവസാനം പോകുന്നതിന് മുമ്പ് അമ്മയ്ക്ക് ഒരിക്കൽ കൂടി 9 തൊട്ട് 12 വരെയുള്ള ശ്ലോകങ്ങളിൽ അമ്മയ്ക്ക് ഉറപ്പുവരുത്തണം. അമ്മ ഇത് മാത്രം ചെയ്താൽ മതി, അമ്മ നിശ്ചയമായിട്ടും കരകടക്കും, കരയിലെത്തും. ഒരു സംശയവും വേണ്ട.
എന്ന് പറഞ്ഞിട്ട് ആ മകൻ അമ്മയുടെ കൈ പിടിച്ച് അമ്മയെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് ഉമ്മ കൊടുത്ത് അനുഗ്രഹിച്ച് അവിടുന്ന് തപസ്സിന് പോവാണ്. ജീവൻ മുക്തിക്ക് ഈ മാർഗമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം. ഇത് സരളമാണ്. ഇത് അമ്മ പ്രാക്ടീസ് ചെയ്യൂ. ഇത് എത്രയോ തലമുറകളായിട്ട്, യുഗങ്ങളായിട്ട്, സഹസ്രകാലങ്ങളായിട്ട് മഹാത്മാക്കള് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള മാർഗമാണ്. ഇത് ധൈര്യമായിട്ട് ഫോളോ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ആ മകൻ അമ്മയെ അനുഗ്രഹിച്ചിട്ട് അവിടുന്ന് പോയി കളയണം. വാസ്തവത്തിൽ ഈ 2 അധ്യായത്തിലും നമ്മൾ ഗൃഹസ്ഥർക്ക് ചെയ്യാവുന്ന അനവധി സാധനകൾ ഇതിൻ്റെ അകത്തുണ്ട്. അതിലേറ്റവും പ്രധാനം, വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. സമർപ്പിച്ച് 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 ജീവിക്കുക. ആ സമർപ്പണത്തിനാണ് പ്രാധാന്യം. എന്താ സമർപ്പിക്കുക? പറ്റുന്നതൊക്കെ സമർപ്പിക്കുക, ഓർമ്മ വരുന്നതൊക്കെ സമർപ്പിക്കുക. കുറച്ച് കഴിയുമ്പോൾ എന്താ, അത് ഒരു കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യമേ അല്ലാതായിട്ട് വളരെ ലളിതമായിട്ടുള്ള ഒരു ഒഴുക്കായിട്ട് മാറും. എഫർട്ട്ലെസ് ആവും. ഭക്തി എഫർട്ട്ലെസ് ആവണം. ഭക്തി എഫർട്ട്ലെസ് അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. രാവിലെ എണീക്കണം, അമ്പലത്തിൽ പോകണം, ഇന്ന് പറ്റില്ല, ജപിക്കാൻ പറ്റില്ല, മുട്ടുവേനയാണ്. ഇതൊക്കെ എന്താ കാരണം അറിയോ? ഭക്തി എഫർട്ട്ലെസ് അല്ല. കഷ്ടപ്പെട്ട് ചെയ്യേണ്ട എന്തോ ആണ് ഭക്തി എന്നുള്ള ചിന്ത വരണോണ്ടാ. പിന്നെയും തിരക്ക് കൂടും. ഞാൻ പറയാറുണ്ട്, ഏതെങ്കിലും ഒരു സത്രത്തിനോ യജ്ഞത്തിനോ ഒരു 10:30-11 മണിയുടെ സ്ലോട്ട് കിട്ടിയ ഭയങ്കര ഭാഗ്യം. എന്താ വെച്ചാൽ കേൾക്കാൻ നിറയെ പേരുണ്ടാവും. 1 മണിക്ക് അന്നദാനാണ്. 1 മണിക്ക് അന്നദാനമാണ്. അപ്പം നിറയെ ആൾക്കാരുണ്ടാവും. അതിനെടുക്കണ എഫർട്ട് പോലും നമ്മൾ ഒരു നിമിഷം മനസ്സ് ശുദ്ധാക്കാൻ എടുക്കില്ല. ഇന്നലെ രാത്രി കഴിച്ച പ്ലേറ്റ് കഴുകാണ്ട് ഇന്ന് രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമോ? അതേ പ്ലേറ്റിൽ കഴിക്കില്ല. അതേ പ്ലേറ്റിൽ തന്നെ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുമോ? കഴിക്കില്ല. അതേ പ്ലേറ്റിൽ രാത്രിയത്തെ ഭക്ഷണം കഴിക്കുമോ? കഴിക്കില്ല. നമ്മളിവിടെ കൊല്ലങ്ങളായിട്ട് കഴുകാത്ത മനസ്സാകണ പ്ലേറ്റിലാണ് ഈ ഉപദേശം മുഴുവൻ വെച്ചോണ്ടിരിക്കുന്നത്. കൊല്ലങ്ങളായിട്ട്, ജന്മങ്ങളായിട്ട് കഴുകിയിട്ടില്ല. ഒരാചാര്യം പറയും ഇന്നത്, ഉടനെ തലേ കയറ്റും. അടുത്ത ആചാര്യം പറയും, അയാൾ പറഞ്ഞ കേൾക്കില്ല, തലയുടെ പുറകെ കൂടെ റീലോടും. മറ്റേ ആചാര്യൻ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞു, കൺഫ്യൂഷനായി. എന്നിട്ട് ഈ 2 ആചാര്യന്മാർ പറഞ്ഞത് വെച്ചിട്ട് 3ാമത്തെ ആചാര്യം പറഞ്ഞു കേൾക്കും. കൺഫ്യൂഷൻ അതിലും അധികമായി. ഇതിനൊക്കെ പ്രശ്നം എന്താ? ഉത്തരങ്ങൾ നമ്മൾ പുറത്ത് അന്വേഷിച്ച് നടക്കണോണ്ടാ. അകത്ത് അന്വേഷിക്കുക, തന്നെ ക്ലിയറാവും. അവനവന്റെ ഗുരു അവനവന്റെ അകത്താ. ഗുരുവായൂരപ്പന്റെ വാക്കാണ് ഉദ്ധരേതാത്മനാത്മാനം. അവനവന്റെ ആത്മാവിനെ കൊണ്ട് അവനവന്റെ ആത്മാവിനെ പൊക്കുക. അർജുന, എനിക്ക് മോട്ടിവേഷനെ തരാൻ പറ്റുള്ളൂ, ഞാൻ നിനക്കൊരു പ്രചോദനം തരാം, പക്ഷെ പൊങ്ങണ്ട്, അതിനെ അങ്ങോട്ട് ക്രോബാർ ഇട്ടിട്ട് പൊക്കേണ്ടത് നീ തന്നെയാണ്. നമ്മൾ സ്വയം ഉയർത്തിയാൽ ഉയരും, ഇല്ലെങ്കിൽ ഉയരില്ല. ജനങ്ങള് സമൃദ്ധിക്ക്, പേരിന്, പെരുമയ്ക്ക്, പൈസയ്ക്ക്, കുടുംബത്തിന്, വിത്തേഷണ, ധാരേഷണ, പുത്രേഷണ, ഓരോ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വലിയ കച്ചവടങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒരു സുപ്രഭാതം കൊണ്ട് ടപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കാണാണ്ടായിട്ട് പോകും. കുടുംബത്തിനെ സ്നേഹിക്കരുതെന്നല്ല പറഞ്ഞത്, ഭഗവാനെ സ്നേഹിക്കണമെന്ന് കരുതിയിട്ട് കുടുംബത്തെ സ്നേഹിക്കണം. ഭഗവാനെ സ്നേഹിക്കണമെന്ന്. ഇപ്പം ഞാൻ പറയും, സ്വന്തം ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെയും പിതൃക്കൾക്കും കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യത്തിൽ സർപ്പങ്ങൾക്കും പരദേവതയ്ക്കും ഗ്രാമക്ഷേത്രത്തിലും തൊഴാതെ നിങ്ങൾ ഏത് തീർത്ഥാടനം നടത്തിയിട്ട് നിങ്ങൾ രക്ഷപ്പെടില്ല, ഏത് ജ്യോതിഷ പരിഹാരം നടത്തിയിട്ട് നിങ്ങൾ രക്ഷപ്പെടില്ല. അപ്പം ചില ബിരുദന്മാർ ചോദിക്കും, ഞങ്ങളുടെ അച്ഛനമ്മമാർ ശരിയല്ല, ഞങ്ങളെ സ്നേഹിച്ചിട്ടില്ല, അങ്ങനെയുള്ളവരെയും ഞങ്ങൾ സ്നേഹിക്കണോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, നിങ്ങളുടെ ഇപ്പം ഈ ശരീരം കൊണ്ട് നിങ്ങൾ ദുഃഖം മാത്രമേ അനുഭവിക്കുന്നുള്ളൂ, അല്ല സുഖം അനുഭവിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കൊരു ശരീരം കിട്ടിയില്ലേ, ആ ശരീരം തന്നതാരാ? ഈ ദ്രോഹിക്കണമെന്ന് പറഞ്ഞ അച്ഛനമ്മമാരാ. അതുകൊണ്ട് നിങ്ങൾക്ക് ആ കടപ്പാട് പോവില്ല. അതുകൊണ്ട് അവരെത്ര ദ്രോഹിക്കുന്നവരാണെങ്കിലും അവരെ മാനിക്കേണ്ടത് പ്രകൃതിയിൽ നമ്മുടെ കടമയാണ്. നമ്മൾ പക്ഷെ ചെയ്യേണ്ടത് എന്താ? അവർ നമ്മളോട് പെരുമാറിയ പോലെ നമ്മളുടെ മക്കളോട് പെരുമാറരുത്. നമ്മൾ അവരെ നന്നായിട്ട് നോക്കണം. പ്രകൃതിയുടെ ധർമ്മമാണ്. അമ്മ എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളെ നോക്കുന്നത്? ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. അവൾക്ക് ഗുരുതി വേണ്ട, അവൾക്ക് തെച്ചിപ്പൂ വേണ്ട, അവൾക്ക് പട്ട് വേണ്ട, പായസം വേണ്ട, ഒന്നും വേണ്ട. അവള് പെറ്റ മക്കളാടോ നമ്മള്. നിങ്ങൾ അവളെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ പോലും അവൾ ഇവിടെ തന്നെ ഇരിക്കും. ചില ക്ഷേത്രങ്ങൾ കണ്ടിട്ടില്ലേ, കഷ്ണം കഷ്ണമായിട്ട് കിടന്നിട്ടുണ്ടാവും.
ആ ലഹളക്കാലത്ത് തല്ലിപ്പൊട്ടിച്ചു, ഈ ലഹളക്കാലത്ത് തല്ലിപ്പൊട്ടിച്ചു പറഞ്ഞിട്ട് 100 കൊല്ലം കഴിയുമ്പോൾ ദേവപ്രശ്നം വെക്കുമ്പോൾ പറയും ആ ഭഗവാൻ ഇപ്പോഴും ഇവിടെയുണ്ട്. എന്താ കാരണം? മക്കൾക്ക് വേണ്ടിയിട്ട് ചെതറിയ ശരീരമായിട്ട് ആ പറമ്പുകളിൽ കിടക്കുകയാണ്, ആ നാടിന് വേണ്ടിയിട്ട്, ആ ദേശത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഈശ്വരനായിട്ട് കാണുക സകലത്തിനും. നിങ്ങളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണോ, പ്രോഗ്രാമിംഗ് ചെയ്യണത് നിങ്ങൾ ഭഗവാന് വേണ്ടിയിട്ടാണ് സങ്കല്പിക്കണേൽ ആരാ നിങ്ങളെ തടയണത്? നിങ്ങളത് കൊട്ടിഘോഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. കാരണം ചുറ്റും പരിഹാസികളായിരിക്കും. പ്രത്യേകിച്ച് കേരളത്തിലെ പുച്ഛമാണ് മലയാളിയുടെ അടിസ്ഥാന വികാരം. ഒന്നും അറിയില്ല എന്നൊക്കെ അറിയാം, മനസ്സിന് ഒരു ബലവുമില്ല, ഏറ്റവും കൂടെ ആത്മഹത്യയും ചെയ്യും. ആരെ ബഹുമാനിക്കണം എന്നറിയില്ല, എവിടെ എങ്ങനെ പെരുമാറണം എന്നറിയില്ല. എത്രയോ മഹാത്മാക്കൾ ജീവിച്ച മണ്ണാണ്, അതാണ് അതിലെ തമാശ. മഹാത്മാക്കൾ സഞ്ചരിച്ച, മഹാത്മാക്കൾ പിറന്നു വീണ മണ്ണാണ് കേരളത്തിൻ്റെ. പക്ഷെ ഇന്നത്തെ അവസ്ഥ അതിഭീകരമാണ്, പറയാതെ വയ്യ. എന്നാലും ചെറുപ്പക്കാർ നമ്മൾ ഇന്ന് കരുതുന്നത് പോലെ അത്ര മോശാവസ്ഥയിലൊന്നുമല്ല. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഈ മേഖലയിൽ വന്നതിന് ശേഷം എത്രയോ മിടുമിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ, അവരിലാണ് നമ്മുടെ ധർമ്മം നിൽക്കാൻ പോകുന്നത്. അതിവിടെ നിന്നല്ല, വിദേശത്തും ഒക്കെ ആ ഭഗവാനെ സ്നേഹിക്കുന്നൊരു തലമുറ ഉണ്ടായി വരുന്നുണ്ട്. അല്ലാണ്ട് അവരെ എല്ലാവരെയും നിങ്ങൾ പുക എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയരുത്. ആ അവസ്ഥയല്ല, അതിൻ്റെ പ്രത്യാശയുണ്ട്. അപ്പൊ ഭഗവാൻ പഠിപ്പിക്കുന്നതാണ് സകലത്തിലും നാരായണനെ കാണും. വിവേകാനന്ദൻ പറഞ്ഞു, ദരിദ്രനാരായണന്മാരെ പൂജിക്കൂ. പുറത്തുതാ ദരിദ്രനാരായണന്മാരിരിക്കേണ്ട, അവർക്കുള്ളത് കൊടുക്കൂ എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഇതാണ്. എങ്ങനെയാണോ ഒരു ബുദ്ധിമാനായിട്ടുള്ള കർഷകൻ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തോട് വെട്ടി തിരിച്ചു വിട്ട് തൻ്റെ പാടത്തേക്ക് കൊണ്ടുവന്നിട്ട് കൃഷിയിടങ്ങളിലേക്ക് അത് ഉപയോഗിക്കുന്നത്, അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ഓരോ പ്രവൃത്തിയെയും ഭഗവാങ്കലേക്ക് തോട് വെട്ടിക്കൊണ്ടുവന്ന് വിടണം. ദേവഹൂതിയുടെ അടുത്ത് കപിലൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഭഗവാന് കൊടുക്കാത്തതൊക്കെ വിഫലം. ഭഗവാൻ എന്തു കൊടുത്തോ അതൊക്കെ സഫലം. എന്തും പ്രസാദാക്കുക, എന്തും ഗുരുവായൂരപ്പൻ്റെ പ്രസാദാക്കുക, എന്തും അമ്മയുടെ പ്രസാദാക്കുക, എന്തും മഹാദേവന്റെ പ്രസാദാക്കുക. ഇനി നിങ്ങൾ വേദാന്തിയാണെങ്കിൽ സകലതും ബ്രഹ്മാർപ്പണം, അല്ലെങ്കിൽ ശിവാർപ്പണം, അല്ലെങ്കിൽ അമ്പാർപ്പണം, അല്ലെങ്കിൽ നാരായണാർപ്പണം, ഇങ്ങനെ കൊടുക്കാൻ സാധിക്കുക. അങ്ങനെ സമർപ്പിച്ച് 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 സമർപ്പിച്ചിട്ട് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ ഒരു കഥ ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്. ഗീത ഒറ്റ വാക്കി പറഞ്ഞു തരുമോ, ഞങ്ങൾക്ക് മനസ്സിലാവില്ല പറഞ്ഞു. ഭഗവത്ഗീത ഒരു വാക്കിൽ പറഞ്ഞു തരാൻ പറഞ്ഞു. ഓ വളരെ എളുപ്പമല്ലേ, തിരിച്ചിട്ടാ മതി പറഞ്ഞു. ഗീത എന്നുള്ളതിനെ തിരിച്ചിടുക, എന്താവും? ത്യാഗി എന്നാവും. ത്യാഗി 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഗീത 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 ഗീത. അപ്പൊ ത്യാഗമാണ് ഗീത പഠിപ്പിച്ചത്. എന്തിൻ്റെ ത്യാഗം? സകലതിൻ്റെയും ത്യാഗം. സകലതും ഈശ്വരനാണെന്നുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കുക. 2, അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം മറക്കരുത്, ശ്രദ്ധ. ശ്രദ്ധയില്ലാത്തതൊക്കെ വിഫലമാണ്. ഏറ്റവും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടത് പിതൃപൂജ, ഈശ്വരനെ പോലുമല്ല. അതുകൊണ്ടാണ് ശ്രാദ്ധം എന്ന് പേര്. ശ്രാദ്ധം എന്ന് നമ്മൾ പറയാൻ കാരണം ഏറ്റവും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട വസ്തു ആയതുകൊണ്ടാണ്, കാര്യം ആയതുകൊണ്ടാണ്. നോക്കൂ, ഇവിടെ അമ്മ മകനിൽ ഗുരുവിനെ കാണുകയാണ്. ശ്രദ്ധ ഒട്ടുമില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് മകനല്ലേ എന്ന് തോന്നും. ഒരു എക്സാമ്പിൾ പറയാം. മകൻ ഇരുന്നിട്ട് മണിക്കൂർ കണക്കിന് ഉപദേശം കൊടുത്തോണ്ടിരിക്കുകയാണ്. അമ്മ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കും, കുട്ടി നിനക്ക് വിശക്കുണ്ടോ? അല്ലെങ്കിൽ നീ എന്തിനീ നിലത്തന്നെ ഇരിക്കണം, കാല് ധരിക്കില്ലേ, കസേര കയറിയിരിക്കുക. അപ്പൊ ഇവിടെ ഒഴുകി അമ്മ ഇടയിൽ പറയല്ലേ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറയും. കാരണം എന്താ? അമ്മയുടെ ഉള്ളിൽ മാതൃഭാവം ഉണരണോണ്ടാണ്. ശ്രദ്ധ പോയി, അവിടെ ശ്രദ്ധ പോവരുത്. ഈ ഉച്ചയ്ക്ക് അടുക്കുന്തോറുള്ള പ്രശ്നം എന്താണ്? ഇന്ന് എന്തായിരിക്കും കറി? നവിയലായിരിക്കോ? ഇന്ന് 2 പപ്പടം കിട്ടുമോ? ആദ്യത്തെ പന്തിയിൽ തന്നെ പോയിരിക്കോ? ഇന്നലെ പോയിരുന്ന പന്തിയിൽ ഇരുന്നപ്പോഴേക്കും പപ്പടം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പ്രശ്നമാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ ഹൃദയം ശുദ്ധമാകുമ്പോൾ ഭഗവാൻ ആരിൽ കൂടിയും പഠിപ്പിക്കും. ഹൃദയം ശുദ്ധമല്ലെങ്കിൽ ആരിൽ കൂടെ ഭഗവാൻ പഠിപ്പിക്കാൻ തയ്യാറാണെങ്കിലും സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കില്ല. അവനാരാ എന്നെ പഠിപ്പിക്കാൻ? ഇതല്ലേ ചോദിക്കുക. പണ്ട് കാശിയിൽ അധികകാലം മുമ്പല്ല, ഞാനൊരു സ്വീപ്പറെ പരിചയപ്പെട്ടു, മുനിസിപ്പാലിറ്റി സ്വീപ്പർ. അദ്ദേഹം പറഞ്ഞത്രയ്ക്കും അദ്വൈതം എൻ്റെ ജീവിതത്തിൽ ഒരാളും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. എനിക്ക് സാക്ഷാൽ വിശ്വനാഥൻ, സാക്ഷാൽ ഭഗവാൻ ശങ്കരൻ ആ സ്വീപ്പറുടെ രൂപത്തിലാണ്.
അദ്ദേഹം ചെയ്യുന്നത് സമ്പൂർണ്ണ സമർപ്പണമായിട്ടാണ്. മക്കളെയൊക്കെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി നല്ല നിലയിലാണ് അദ്ദേഹം. പക്ഷെ തൂപ്പ് ജോലിയാണ് ഇപ്പോഴും ചെയ്യണത്. ആ തൂപ്പ് ജോലി ചെയ്യുന്ന ആളുടെ മനസ്സിൻ്റെ ആറ്റിറ്റ്യൂഡാണ്, ഞാൻ സദാ ഭഗവാനിൽ വർത്തിക്കുന്നു, ഇത് ഞാൻ ഭഗവാന് വേണ്ടിയാണ് ചെയ്യണമെന്നുള്ള പൂർണ്ണബോധത്തോടു കൂടിയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. അങ്ങനെ ഉള്ള ഒരു വ്യക്തിയാണ് യഥാർത്ഥ അദ്വൈതി. അതാണ് ശരിയായിട്ടുള്ള സ്നേഹം, അതാണ് ശരിയായിട്ടുള്ള മാതൃഭാവം. മകനാണെന്ന് പറഞ്ഞിട്ട് അമ്മയെന്നുള്ള സ്റ്റാറ്റസ് വെച്ചിട്ട് മകൻ്റെ അടുത്ത് ഒട്ടി നിന്നില്ല. ത്യജിക്കേണ്ട സമയത്ത് മാതൃഭാവത്തെ ത്യജിച്ചു. അതാണ് ഏറ്റവും വലിയ ത്യാഗം. ഒരമ്മ തനിക്ക് തൻ്റെ പെറ്റ മകനിലുള്ള മാതൃഭാവത്തെ ത്യജിക്കുക പറഞ്ഞാൽ അത് ചില്ലറ പണിയല്ല. മകൻ്റെ ഉപദേശത്തിൻ്റെ ശക്തി കൊണ്ട് അമ്മ അത് ത്യജിച്ചു എന്നുള്ളതാണ്. അതാണ് നമുക്ക് ദേവഹൂതിയുടെ മഹിമയെന്ന് പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുക, പക്ഷെ ഈ ലോകത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കാതിരിക്കുക. എല്ലാവരെയും സ്നേഹിക്കുക, ഭഗവാനായി കണ്ട് സ്നേഹിക്കുക. നമ്മുടെ വീടിനെ, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ശരീരത്തെ തന്നെ ക്ഷേത്രമാക്കി മാറ്റുക. കുട്ടിയാണെങ്കിലും കുട്ടിയാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും ജോലിക്കാരനാണെങ്കിലും മുതലാളിയാണെങ്കിലും മിത്രമാണെങ്കിലും ശത്രുവാണെങ്കിലും ഏത് ഭാവത്തിൽ ആര് നിങ്ങളുടെ ചുറ്റുമുണ്ടോ ആ ചുറ്റിലുമുള്ളവരിൽ നിങ്ങൾക്ക് ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കാൻ തുടങ്ങിയ എല്ലാവരും ഗുരുവായൂരപ്പനാവും, എല്ലാവരും ഗുരുവാവും. അപ്പോഴാണ് ഭഗവാൻ നമ്മുടെ ഗുരുനാഥനായിട്ട് മാറുക. അപ്പം നിങ്ങൾക്ക് പുറത്തൊരാളെ അന്വേഷിച്ച് നടക്കേണ്ടി വരില്ല. സാഖ്യത്തിൻ്റെ ചാറ് ഇതിനു മുമ്പുള്ള ആചാര്യന്മാർ പറഞ്ഞിരുന്നു. അതിനുശേഷം ആ അമ്മയുടെയും മകൻ്റെയും ഉപദേശം എന്ന് പറയുന്ന സന്ദർഭത്തിൻ്റെ സത്ത എന്താണെന്നാണ് നമ്മൾ ഇത്രയും നേരം നോക്കിയത്. കപില മഹർഷി എന്തു പറഞ്ഞു എന്നുള്ളതല്ല, അതിവിടെ ഗുരുനാഥന്മാർ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ആ രംഗം ഉണ്ടല്ലോ, എന്തിനിങ്ങനൊരു സീൻ അവിടെ വന്നു, എന്തിനിങ്ങനെ ഒരു രംഗത്തെ അവിടെ വ്യാസമഹർഷി എഴുതി വെച്ചു, അതിൻ്റെ അർത്ഥമാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് എപ്പോഴും ഏത് ഉപദേശം കേൾക്കുകയാണെങ്കിലും ഏത് കഥാഭാഗം കേൾക്കുകയാണെങ്കിലും അതിൻ്റെ ആന്തരിക സത്ത, അതിൻ്റെ എന്ത് തത്വം വെച്ചിട്ടാണ് അങ്ങനെ ഒരു രംഗം അവിടെ വെച്ചതെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കിത് വെറും വരണ്ട അറിവായിട്ട് മാറും. സാഖ്യം മാത്രം പറഞ്ഞാൽ വെറും വരണ്ടതായിട്ടാണ് തോന്നുക. പക്ഷെ ഇനി സാഖ്യം നിങ്ങൾ വീണ്ടും വായിക്കുമ്പോൾ ഈ അമ്മ തൻ്റെ മാതൃഭാവത്തെ ത്യജിച്ച് കാൽക്കല് വെച്ചിട്ട് മകൻ പറഞ്ഞത് കേട്ടതാണെന്ന് ആലോചിക്കുമ്പോൾ അല്പമെങ്കിലും ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മളും കേൾക്കാൻ ബാധ്യസ്ഥരല്ലേ അല്ലേ? ഒരൊറ്റ ചെറിയ ഇൻസിഡൻറ്റും കൂടെ പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാം. ശ്രീരംഗം ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഭഗവത്ഗീത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മഹാത്മാവ് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കരഞ്ഞോണ്ട് ഗീത പറഞ്ഞുകൊണ്ടിരിക്കും, ഒരാൾ പോലും കേൾക്കാനില്ല. ചൈതന്യ മഹാപ്രഭു ശ്രീരംഗം ക്ഷേത്രത്തിൽ വന്ന കാലത്ത് ഇയാളെ ദിവസവും കാണും. അപ്പം അദ്ദേഹം രാവിലെ തൊഴാൻ പോകുമ്പോഴും ഇയാൾ ഗീത പറയുണ്ടാവും, കരഞ്ഞോണ്ട് പറയാം, മുന്നിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇരിക്കണ മാതിരിയാണ് പറയാം. തിരിച്ചു വരുമ്പോഴും പറയുണ്ടാവും. ചില ദിവസം മഹാപ്രഭു മാത്രം നിന്ന് കേൾക്കും. അവസാനം ഒരു ദിവസം എല്ലാം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അടുത്ത് ചെന്ന് നമസ്കരിച്ചു. അങ്ങ് നമസ്കരിക്കരുത് എന്ന് പറഞ്ഞു. അല്ല, അങ്ങേ നമസ്കരിക്കണം, അങ്ങനെ ലയത്തോടെ പറയണത്, അങ്ങ് എന്താ ഇത്ര സങ്കടത്തോടെ പറയണത്, ഒരാൾ പോലും മുന്നിൽ കേൾക്കാനില്ലെങ്കിൽ പോലും ഇങ്ങനെ പറയണ്ടല്ലോ എന്ന് പറഞ്ഞത്രേ, എന്താ പറയണത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ അർജുനന് വേണ്ടിയിട്ടേ ഭഗവാന്റെ ഹൃദയത്തിൽ നിന്ന് അങ്ങനെ പരാപശ്യന്തി മധ്യമാ വൈഖരിയായിട്ട് ഉയർന്നു വന്ന് പുറത്ത് പറഞ്ഞ വാക്കുകൾ എൻ്റെ പരാപശ്യന്തി വൈഖരി മധ്യമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരികയല്ലേ. അതിൻ്റെ സന്തോഷം കൊണ്ടാണ് ഞാൻ കരയണമെന്ന്. ഭഗവാന്റെ വാക്കല്ലേ എൻ്റെ വായിന്ന് വരണത്, അതിൻ്റെ സന്തോഷം അങ്ങനെ വരാനിടയായല്ലോ. നമ്മളിൽ എത്ര പേർക്ക് ഈ ആനന്ദം അനുഭവിക്കാൻ സാധിക്കും? അത് സാധിക്കുന്ന സമയത്താ ഗീത മനസ്സിലാവുക, ഭാഗവതം മനസ്സിലാവുക, ശിവപുരാണം മനസ്സിലാവുക, ദേവീ ഭാഗവതം മനസ്സിലാവുക. അങ്ങനെ മനസ്സിലാവാൻ, മനസ്സേ ഇല്ലാതാവാൻ എല്ലാവരെയും ആ പൊന്നു ഗുരുവായൂരപ്പൻ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ, ഈ ഗ്രാമത്തെ, ഈ ക്ഷേത്രത്തിൻ്റെ ഉത്തരോത്തര അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ആ അമ്മ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും പൊന്നു ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഇവിടെ ഇതുവരെ കഴിഞ്ഞതും ഇനി വരാനിരിക്കുന്നതായിട്ടുള്ള എല്ലാ ആചാര്യന്മാരെയും ഗുരുവായൂരപ്പനായിട്ട് കണ്ട് നമസ്കരിക്കുന്നു.
ഞാൻ എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ എൻ്റേതാണ്, എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ പൊന്നു ഗുരുവായൂരപ്പൻ പറഞ്ഞതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ മാരംകുളങ്ങരയിലിരിക്കുന്ന ആ ജഗദംബികയുടെ തൃപ്പാദങ്ങളിൽ പൊന്നു ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കിയിട്ട് ഭക്തിമഹിമാ ദേവഹൂതിയുടെ സ്തുതി എന്നുള്ള ഈ പ്രഭാഷണ ഭാഗത്തെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് സമർപ്പിക്കണു. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ അമ്മേ സർവേശ്വര.